ഇന്ന് പകല് നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്തുന്നു. ഈ പകല് ദൈവവചനത്തിൽ നിന്ന് അല്പമായി നമുക്ക് ധ്യാനിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ തിരുവെഴുത്താണ്. ഒന്നുകൂടെ മാന്യ സഹോദരി വായിച്ച് സഹായിച്ചാണ്. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഇവിടെ 2 വിഷയത്തിന് പൗലോസ് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയാണല്ലോ ഇത്. ഒന്ന്, നിങ്ങളുടെ മുഖം കാണണം. 2, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവൊന്ന് തീർക്കണം, അല്ലെ പരിഹരിക്കണം. 2 വിഷയവും നല്ല വിഷയമാണ്. ഒന്ന്, നിങ്ങളുടെ മുഖം ഒന്ന് കാണണം. 2, വിശ്വാസത്തിന്റെ കുറവ് ഒന്ന് പരിഹരിക്കണം. തെസ്സലോനിക്കർക്ക് പൗലോസ് 2 ലേഖനമാണ് എഴുതിയിരിക്കുന്നത്. വിശേഷിച്ച് പുതിയ നിയമത്തിലെ 21 ലേഖനം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ, അതിൽ പൗലോസിന്റെ 14 ലേഖനങ്ങൾ. ആ 14 ലേഖനത്തിൽ 7 സഭയ്ക്ക് 9 ലേഖനം എഴുതി. നമുക്കറിയാം 2 സഭയ്ക്ക് ഈ 2 ലേഖനമാണ് എഴുതിയത്. അത് നമുക്കറിയാം ഏതൊക്കെയാണ്. തിമോത്തി സഭയല്ലല്ലോ, ഒരു സഹോദരനല്ലേ. കൊരിന്ത്യർക്ക് 2 ലേഖനം, തെസ്സലോനിക്കർക്കും 2 ലേഖനം, 7 സഭയ്ക്ക് 9 ലേഖനം. 7 സഭ ഏതൊക്കെയാണ്? ഞാൻ താഴോട്ട് നിറഞ്ഞിരിക്കുക. 7 സഭ. 1 മീനങ്ങാടി സഭ, 2 ബത്തേരി സഭ, 3 പുൽപ്പള്ളി സഭ. അതിന്റെ കാര്യമല്ല പറഞ്ഞു. പൗലോസ് 7 സഭയ്ക്ക് 9 ലേഖനം എഴുതി. ആ 7 സഭ ഏതൊക്കെ? നിങ്ങൾ പുതിയ സഭയൊന്നും ഉണ്ടാക്കണ്ട, ഉള്ളതെന്ന് പറഞ്ഞാൽ വായിച്ചാണോ ചോദിക്കട്ടെ? വായിക്കുന്നതേ ഉള്ളൂ. വായിക്കുന്നുണ്ടല്ലോ വിദ്യാലയം. ആട്ടെ, ഒരു 30 വർഷമായിട്ട് വിശ്വാസത്തിലുള്ളവരെന്ന് കൈപൊക്കിയാട്ടെ. എല്ലാം കുറവാണ്. എല്ലാവരും 30-ന് താഴെയാണ്. ഈ സഭയുടെ ആരംഭം മുതലുള്ളവരെന്ന് കൈപൊക്കിക്കും. അതുമില്ല. നിങ്ങളെല്ലാം അടുത്ത കാലത്ത് ഒളിച്ചോടി വന്നതാണോ? ചിലര് ഞാൻ ശുശ്രൂഷയ്ക്ക് ചിലരുടെ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴേ കുടുംബമായിട്ട് പറയാൻ ദൈവത്തെ ഓർത്തൊന്നും പറയാൻ അയാൾക്ക് ബോധമുള്ളവനല്ല, അവിടെ നിന്നൊന്നും പറയരുത്, അയാൾ വല്ലതും വായി വരുന്നതല്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. ഇനി ഇത് പറഞ്ഞു കഴിയുമ്പം നിങ്ങൾ പറയാം, ഞങ്ങൾക്കറിയാം ഞങ്ങൾ മിണ്ടാതിരുന്നതാ, എന്നാ പറഞ്ഞാലും താൻ ഞങ്ങളുടെ തലക്കടിക്കും, അതുകൊണ്ട് ഞങ്ങൾ എന്ന് നിങ്ങൾ മിക്കവാറും പറയും. അമ്മ ഇന്ന് കണ്ണടച്ച കറങ്ങാതെ കാര്യം പറഞ്ഞ എത്ര സഭയുണ്ടായിരുന്നു? എനിക്ക് ആ സഭയോട് വൈരാഗ്യമൊന്നുമില്ല, അങ്ങ് പറഞ്ഞു. വലിയൊരു കേൾക്കും അങ്ങനെ പറഞ്ഞത് മോശമായ കാര്യം. ഞാൻ അടുത്ത് സഭയോടാണെന്നല്ലോ എല്ലാവർക്കും താല്പര്യം. 2 സഭ എല്ലാത്തിലും
ഗലാത്യയിൽ സഭകൾ ഒത്തിരി ഉണ്ട്. ഗലാത്യ സഭ ആ ആ 3 ആയോളൂ. ദൈവം അനുഗ്രഹിക്കണം. അദ്ദേഹം അങ്ങ് അവസാനം എഴുന്നേറ്റത് അല്ല ജാതി ഇതൊന്നും പറഞ്ഞു കൊടുത്തേക്കാം, അല്ലെ പിന്നെ ഞാൻ തന്നെ ദൈവം അനുഗ്രഹിക്കണം. അപ്പൊ 7 സഭയ്ക്ക് പൗലോസ് 9 ലേഖനം എഴുതി. മൊത്തം പൗലോസ് 14 ലേഖനം എഴുതി. അതിൽ 9 ലേഖനം 7 സഭയ്ക്ക്, 2 സഭയ്ക്ക് 2 ലേഖനം, ഗുരുത സഭയും തെസ്സലോനിക്ക സഭയും. ഇനി പൗലോസിന്റെ ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ രക്ഷാ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനം, ക്രിസ്തു ശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം, സഭാശാസ്ത്രപരമായ ലേഖനം, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. നമ്മൾ വായിച്ചത് അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം, 2 ലേഖനം. നമ്മളതിൽ 1-ാം ലേഖനം 3-10 വായിച്ചത്. എന്തുവാ ഈ അന്ത്യകാല ശാസ്ത്രം? സാധാരണ എല്ലാവരും പറയുന്നത് യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും അനന്തര സംഭവങ്ങളും. അത് ശരി. എന്നിരുന്നാലും ക്രിസ്തുയേശുവിന്റെ തിരുപ്പുറമെ മുതലുള്ളതാ അന്ത്യകാല ശാസ്ത്രം. തിരുജനനം മുതൽ പഠിച്ചാൽ മനസ്സിലാകും. ആട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പോൾ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും പലർക്കും അറിയാം, ഈ 2 ലേഖനത്തിൽ പ്രധാനമായിട്ട് 2 വിഷയമാണ്. 1-2 ലേഖനത്തില് തെസ്സലോനിക്കർ 2 ലേഖനത്തിൽ 2 വിഷയം. ആ 2 വിഷയം 2 പ്രത്യക്ഷതയാണ്. ആ 2 പ്രത്യക്ഷത 2 വ്യക്തികളുടെ പ്രത്യക്ഷതയാണ്. ആ 2 വ്യക്തികളാണെന്ന് നിങ്ങൾക്കറിയാം. 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. അന്തിക്രിസ്തു എന്നൊക്കെ ചിലര് പറയാറുണ്ട്. ശരിയായ പ്രയോഗം എതിർ ക്രിസ്തു വന്ന, പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ശരിയായി പറഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് അന്തിക്രിസ്തു എന്ന് പറഞ്ഞാല് എന്നാലും ഗ്ലോറി എന്നൊക്കെ പറഞ്ഞവര് ബലപ്പെടുന്നതാണ്. അപ്പോൾ എതിർ ക്രിസ്തുവും യേശു ക്രിസ്തുവും. 1-ാം ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണെന്ന് തെളിവിന് വാക്യം 2-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. 2-ാം ലേഖനം 2-9 ആണോ? അത് 1-ാം ലേഖനമാകാൻ ആ സാധ്യത ആദ്യം വായിച്ചത്. ഒന്നും കുഴപ്പമില്ല, നല്ല ലേഖനമാണ്. പക്ഷെ നമുക്ക് 2-9 മതി. അധർമ്മമൂർത്തികളുടെ പ്രത്യക്ഷത. അപ്പോൾ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിനെ അവിടുത്തെ കൊടുത്തിരിക്കുന്ന ഒരു പദം അധർമ്മ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് മുഴുവൻ അധർമ്മമാണ്. ധാർമ്മികമായ ഒരു നിലവാരവുമില്ല. എന്നാൽ ദൈവമക്കൾക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് ഉണ്ട്. കുടുംബത്തോട്, ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട്, അയൽത്തുകാരോട്, സമൂഹത്തോട്, മനുഷ്യവർഗത്തോട്, പ്രകൃതിയോട്, ജീവജാലങ്ങളോട് ഒക്കെ നമുക്കൊരു ധാർമ്മിക. ചിലരെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വഴിയിൽ പൂച്ചക്കുഞ്ഞൊക്കെ നിന്ന് അവർ വണ്ടി നിർത്തും. അത് പോയി കഴിഞ്ഞ് എന്നാൽ ചിലർ അതിൻ്റെ നെഞ്ചത്തൂടെ കയറ്റി വിടുന്നവന്മാരും ഉണ്ട്, ബന്ധുക്കോസുകാരും ഉണ്ട്. നിങ്ങൾ മിണ്ടുകയും പറഞ്ഞിലേക്ക് വന്ന് ഇങ്ങനെ ഇരുന്നാൽ മതി. നമുക്കൊരു എന്നോട് അച്ഛൻ പറഞ്ഞു 1 മണി വരെ എടുക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഇരുന്നാൽ മതി. എനിക്കിതാ ഇഷ്ടം. ഇങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്കിതാ ഇഷ്ടം. കാരണം പറയുന്നത് കേൾക്കുകയും ചെയ്യും, കേൾപ്പിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ധാർമ്മികമായ ചില ഉത്തരവാദിത്തമുണ്ട്, അല്ലേ? ഈ പ്രകൃതിയോടുണ്ട്. പ്രകൃതിയോട് ഈ ഭൂകമ്പവും ഈ വെള്ളപ്പൊക്കവും ഈ ഉരുൾപൊട്ടലും അതെല്ലാം ദോഷമായി. ഭൂമിയോട് ചെയ്യുന്ന കടുകയല്ലേ, അല്ലേ? അതെ. 3 നിമിത്തം ഭൂമി, 3 നിമിത്തം ഭൂമി
മൂന്നിന്റെ നിമിത്തം ഭൂമി വിറയ്ക്കുന്നു. നാലിന്റെ നിമിത്തം അതിന് സഹിച്ചുകൂടാ. പറ. ഒന്ന് എഴുതിയിട്ടുണ്ട്, പുസ്തകത്തിലുണ്ട്. ശാശീഷൂന്ന് വെക്കാതെ എന്തെങ്കിലും ഉണ്ട് കാര്യം. മാന്യ അച്ചായ പറഞ്ഞു എഴുതരുതെന്നങ്ങ് പറഞ്ഞേക്കണം. ദോശയോട് പോലെ വെച്ചാൽ എനിക്ക് പിടികിട്ടില്ല. ഓർഡറിലൊന്ന് പറയാമോ? ശരിയാ. ഒന്നുകൂടെ ഉണ്ട്. ദാസൻ രാജാവായ മൂന്നിന്റെ നമ്മൾ ചേർത്ത് വായിച്ചാൽ അതിനത് ഇഷ്ടമല്ലേ? മൂന്നിന്റെ നിമിത്തം ഭൂമി ഉറയ്ക്കുന്നു, നാലിന്റെ നിമിത്തം അതിന്. എന്നോട് ചോദിക്കും സഹോദരിയുടെ പേരെന്താ? മിനി. മിനി റഫറൻസ് പറഞ്ഞ എല്ലാം കുഞ്ഞു കിടന്ന് തപ്പുക, കിട്ടുന്നുമില്ല. 30:21 സദൃശവാക്യം. ഇനി എല്ലാം ഇതിനോട് നമുക്ക് വീട്ടിൽ പോയി വായിക്കാം. ഇത് വായിക്കും. മൂന്നിന്റെ നിമിത്തം ഭൂമി വിറയ്ക്കുന്നു, നാലിന്റെ നിമിത്തം അതിന് ഭൂമിക്ക് സഹിച്ചുകൂടാ. എന്തൊക്കെയാ? ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തം. അങ്ങനുണ്ട്. ദാസനെ പിടിച്ച് രാജാവാകിയാൽ അവനെല്ലാത്തിന്റെ പെടലി കണ്ടെങ്കിൽ. ഞാൻ കഴിഞ്ഞ ദിവസവും സഭയെ പറഞ്ഞു, അതാണ് നിർത്തിയത്. വോളിയം കുറച്ചിട്ട് മൊബൈലിൽ പിടിക്കരുത്. ആയാൽ അവന്റെ നിമിത്തം. പിന്നെ പോഷൻ തിന്ന് പോഷനെ തിന്ന് തൃപ്തിയായാൽ ബാക്കി വരുന്നത് കൊടുത്തവരോട് വലിച്ചു തുടങ്ങി. അങ്ങനെ ചെയ്യും. ഇത് പറഞ്ഞപ്പം ഒരു കാര്യം കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, പോഷന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പെന്തിക്കോസുകാരെന്ന് പറയുന്ന ആൾക്കാരുടെ കല്യാണത്തിന് ഇന്ന് എന്ത് ഭക്ഷണമാണ് വെറുതെ കളയുന്നത്. ഓരോരുത്തരുടെയും പത്രാസും പ്രൗഢിയും ഒക്കെ തെളിയിക്കുന്നത് ഭക്ഷണത്തിലാണ്. 8 പേരിരിക്കേണ്ട സീറ്റില് 5 പേരായിരിക്കും. അവസാനം കേറ്ററിംഗുകാർ വന്ന് അവർക്ക് പെട്ടെന്ന് പോകേണ്ടത് മുഴുവൻ ചുരുട്ടി കൂട്ടിക്കൊണ്ട് ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങള് ഭക്ഷണത്തിന് ആഗ്രഹിക്കുക. പെന്തിക്കോസുകാരുടെ കാര്യമാണ്. വയനാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ മേല. ആ തിരുവല്ല സ്ഥലത്ത് അങ്ങോട്ടൊക്കെ ചെന്നാൽ സങ്കടം വരും. ഇവനെ എല്ലാം ദൈവം ന്യായം വിധിക്കും. ഒടുവിൽ ഇച്ചിരി കഞ്ഞി കിട്ടാനായിട്ട് മെഡിക്കൽ കോളേജിൽ ആമ്പലിന്റെ വള്ളി പോലെ ഇങ്ങനെ തൂക്കിയതായിട്ട് കിടക്കും. ഡോക്ടർ പറയും പൊടിയരി കഞ്ഞി ഈ ട്യൂബിൽ കൂടെ കൊടുക്കാൻ, അരച്ച് മിക്സിക്കാണ്ട്. സൂക്ഷം. കഞ്ഞിയും വെള്ളം കുടിക്കാതെയും ഒത്തിരി ആഴ്ച കിടക്കേണ്ടിയും വരും. കാരണം ഈ കളയുന്നതിനെല്ലാം ദൈവം ന്യായം വിധിക്കും. ഞാൻ സഹോദരിമാരോടും പറയും, വീട്ടിലൊരു ഭക്ഷണം കളയരുത്, ആവശ്യമുള്ളത് ഉണ്ടാക്കുക. അധികം വല്ലതും വന്നാൽ അത് അടുത്തുള്ളവരോ അയലത്തുള്ളവരോ സ്നേഹിതരോ വേണ്ടപ്പെട്ടവരോ വേണ്ട വഴിയെ പോകുന്നവരെയാണെങ്കിലും അവരെ വിളിച്ച് ഭക്ഷണം കഴിഞ്ഞില്ല അവരോട് കളയരുത്. കളഞ്ഞാൽ ദൈവം ന്യായം വിധിക്കും. ഒരു ചോറിന് വിലയുള്ളതാണ്. ഞങ്ങളുടെ അവിടെ തിരുവല്ലായൊരു സഭയിലെ എല്ലാ ആഴ്ചയിലും വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക പതിവാണ്. ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല.
സഭ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച വരെ എല്ലാവർക്കും, ഒത്തിരി ആളില്ല, ഇതുപോലെ ആളൊന്നുമില്ല, കൂടി വന്നാൽ 100 പേരേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. ഞാൻ എല്ലാവരും കഴിച്ചു കഴിഞ്ഞേ കഴിക്കാൻ ചെല്ലും. എല്ലാവരും കഴിച്ച് ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ കഴിക്കും. അത് സഹോദരന്മാർക്കറിയാം. ചിലപ്പോൾ ഞാൻ അവിടെ വെച്ച് കഴിക്കത്തുമില്ല. ഇതെല്ലാം കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ ക്ഷീണവും വിയർപ്പും ഒക്കെ നമ്മൾ വീട്ടിൽ പോയി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കഴിക്കും. അപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ കർക്കശമായി പറയും, ആവശ്യത്തിന് കഴിക്കണം, വയറ് നിറച്ച് കഴിക്കണം. ഇതിനകത്തെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷെ കളയരുത്. കുഞ്ഞുങ്ങളുള്ള അമ്മമാര് കുഞ്ഞുങ്ങളെ അടുത്തിരുത്തി ഒന്ന് വാരി കൊടുക്കണം, കോരി കൊടുക്കണം, അല്ലെ ഉരുട്ടി കൊടുക്കണം. അമ്മമാർക്കറിയാം പിള്ളേരുടെ കഴിക്കുന്ന എന്ത് വേണ്ടമുണ്ടെന്ന് അളവ്. ചില സ്ത്രീകളെ കൊച്ചുങ്ങൾക്ക് വാരി കൊടുത്തേച്ച് അവര് വേറെ പെണ്ണുങ്ങൾ വാരിക്കിടുന്ന് പൊപ്പിക്കും. മോനെ ഇതന്നെ ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നു, എൻ്റെ ഉഴപ്പ് വാന്നോ, ഇതിൻ്റെ ഉഴപ്പ് വാന്നോ, എൻ്റെ ഉഴപ്പാ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നില്ല, ശ്വാസം മുട്ടൽ പോലെ. അപ്പൊ ശ്രദ്ധിച്ചേ, ബാറ്ററി മാറേണ്ടതാണോ? കുഴപ്പമില്ല. അവിടെ അമ്മമാരിത് ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരസ്ഥിതിക്കും ഭക്ഷണക്രമമൊക്കെ അമ്മമാർക്ക് നന്നായിട്ട് അറിയാം, അപ്പന്മാരെക്കാളും കുറച്ചുകൂടെ കൂടുതൽ. അപ്പൊ അടുത്തിരുന്ന് വാരി കൊടുക്കണം. അഥവാ വല്ലതും ബാക്കി വന്നാൽ അമ്മ കഴിച്ചോണം, കളയാൻ ഞാൻ അനുവദിക്കുകയല്ല. അല്ലെങ്കിൽ വിളമ്പം അതിനനുസരിച്ച് പാത്രത്തിൽ മേടിക്കാവൂ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴല്ലേ ഇച്ചിരി പൈസയും പുത്തനും ഒക്കെ ആയത്. പണ്ട് ഒത്തിരി വിഷമിച്ചിട്ടില്ലേ ഭക്ഷണത്തിലില്ലേ? ഇപ്പൊ പിള്ളേർ വേർച്ചയിൽ പോയി അമേരിക്കൻ ഡോളറും ഒക്കെ വന്ന് ലണ്ടനിലും കാനഡയിലും ഒക്കെ പിള്ളേർ നല്ല കാര്യം പോട്ടെ, ഇനിയുള്ളതും പോകും. ഇവിടെ വെറുതെ കുത്തിയിരിക്കാൻ അങ്ങോട്ട് പോകുന്നതാണ് നല്ലത്. ഇവിടെ ഒന്നും വെറുതെ പത്രം പറയാതെ മേലോട്ട് നോക്കിയിരിക്കാൻ, പിന്നെ ആ ഇരിപ്പ് അവിടെ കാനും പോയി എല്ലാവരും പോവും. കണ്ടിന്യൂ അവിടെ താമസിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. ഒന്ന് കണ്ടു കേട്ട് വരുന്നത് നല്ലതാ. അവിടെ നിൽക്കട്ടെ, ഞാൻ അവസരം വരുമ്പോൾ പിന്നെ പറയാം. അപ്പോൾ ഒരു ചോറ് കളയരുത്. ഞാൻ എല്ലാവർക്കും വിളമ്പി കൊടുത്തേച്ച് ഇങ്ങനെ ഈ 2-3 കാല് നടക്കാൻ ഇടയുണ്ട്. ഞാനിങ്ങനെ നടന്ന് നോക്കും. കഴിക്കാത്ത പിള്ളേർ കഴിക്കട്ടാന്ന് പറയും. നീ പിന്നെ വേണ്ടെങ്കിൽ എന്തിനു മേടിച്ചല്ല, നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറയും, അല്ല നിന്റെ അപ്പന് പറയും. കളയാൻ അനുവദിക്കുകയല്ല. ഇത് മാത്രമല്ല, നിങ്ങൾ പറയും ഇയാൾ പോയി ഭൂലോകം മെനക്കേടാന്ന് നിങ്ങൾ പറഞ്ഞു. വേസ്റ്റ് ഇടുന്നിടത്ത് ഞാൻ പോയി നിൽക്കും. പാത്രമായിട്ട് വരുമ്പം ഏതവനെ കളയുന്നെന്ന് ഞാൻ നോക്കി നിൽക്കും. കഴിഞ്ഞ വർഷം നോക്കി നിന്നപ്പോൾ ഒരുത്തനെ കളയാൻ വന്നപ്പോൾ എന്നെ കണ്ടോട്ട് വീണ്ടും അകത്ത് കയറി അതങ്ങ് കഴിച്ചു. അത് ഞാൻ കണ്ടു. കഴിച്ച അവൻ മര്യാദരാമനെ പോലെ ഇതാണ് പ്ലേറ്റ് തേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ആട്ടെ, നല്ല കാര്യം. അവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ശിവപാസ്റ്റർ കുവൈറ്റിൽ പോയിട്ട് വന്നതിൻ്റെ സന്തോഷ സൂചന അദ്ദേഹം ആ ഭക്ഷണം കേറ്ററിംഗുകാർക്ക് കൊടുത്തത്. അപ്പം കേറ്ററിംഗ് നടത്തുന്നത് നമ്മുടെ സഭയിലെ ഒരു സഹോദരനാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച വേറൊരു സഭയിലാണ് പോയത്, ഇതുപോലെ 4 ബക്കറ്റ് വേസ്റ്റ് ഉണ്ടായിരുന്നെന്ന്. ഇവിടെ ഇപ്പോൾ അധികം വേസ്റ്റ് മാത്രവും ഇതിനകത്തുള്ളത്. മറ്റേതിനകത്ത് വേസ്റ്റും ഭക്ഷണവും കൂടെ 4 ബക്കറ്റോളം വരുന്നത്. ഇവിടെ വേസ്റ്റ് മാത്രം. കല്യാണം നടത്തുന്ന ബന്ധുക്കോസുകാര്, വീട്ടു പ്രാർത്ഥന നടത്തുന്ന ബന്ധുക്കോസുകാര്, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം. ഒരു ചോറ് കളയരുത്. ദൈവം നിന്നെ ന്യായം വിധിക്കും. നീ ഒരുപടി ആഹാരത്തിന് കൊതിക്കും. നമുക്ക് ആവശ്യം വാങ്ങുക. അത് ഈ ഭക്ഷണത്തിന്റെ മുന്നിൽ ബഹുമാനത്തോടിരിക്കണം. ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇന്നലെ മിനിഞ്ഞാന്നൊരു സംഭവം നടന്നു. ഞങ്ങളുടെ വീട്ടില് ഒരു ഫാമിലി വന്നു. അവര് കാനഡയിൽ നിന്ന് വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വീട് വരണം. അവരാദ്യം വിസമ്മതിച്ചു, എത്തപ്പെടണ്ടല്ലോ എന്ന് ഓർത്ത്. ഞാൻ പറഞ്ഞത് ഒരു നേരം ഭക്ഷണം കഴിച്ച് വെച്ച് പോകണം. വന്നു. ഹസ്ബൻഡും വൈഫും മോനും മോളും. ആ പിള്ളേർ കാനഡ ജനിച്ച് വളർന്ന പിള്ളേരാണ്. എനിക്ക് വളരെ ബഹുമാനം തോന്നി. കാരണം
ഇല വെട്ടിയാ ഭക്ഷണം കൊടുത്തത്. അതൊരു രീതി ആയിക്കോട്ടെന്ന് ഓർത്ത് ഞാൻ ആ മോനെ ശ്രദ്ധിച്ചു. തിമോത്തി എന്നാവിൻ്റെ പേര്. തിമോത്തി തന്നെ, നല്ല തിമോത്തി തന്നെ. ഞാൻ കൂടെ കൂടിയ ഭക്ഷണം ഇദ്ദേഹം കൊണ്ട് വിളമ്പി കൊടുത്തു. ആ കുഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ആ ഇലയ്ക്കകത്ത് ഒരു തരി ചോറ് പോലോ ഒന്നും കളയാനില്ല. കരിയാപ്പലയും മുരിങ്ങയുടെ ആന്ന് വന്നു, അതെല്ലാം അത് കളയേണ്ടതാണല്ലോ. ആ ഇല ക്ലീന. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഒരു ഫോട്ടോ എടുത്ത് ഇവിടെയുള്ള കുറെ അവന്മാരെ കാണിക്കാൻ പറഞ്ഞു. ഇവിടെ കുറെ അഹങ്കാരികളുണ്ടല്ലോ, ഇല്ലേ? കാനഡ ജനിച്ചു വളർന്നതാ, പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അപ്പം ആ സഹോദരി പറഞ്ഞു കുഞ്ഞുങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ശീലിപ്പിച്ചേക്കുന്നത്. ഒരു ചോറ് പോലും കളയരുത് മക്കളെ, ഇത് വിലയുള്ളതാണ്. കുഞ്ഞുങ്ങൾ അങ്ങനെ നല്ല കുഞ്ഞുങ്ങള്. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞൊരു ഫോട്ടോ എടുത്ത് ഇവന്മാരെ എല്ലാം ഒന്ന് ഇവന്മാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആഹാരം കളയുന്നവന്മാരെ. സ്തോത്രം. കല്യാണത്തിന് എന്ത് ഭക്ഷണമാണ് കളയുന്നറിയാം. ദൈവം ന്യായം വിധിക്കും, എന്നൊരു തർക്കവുമില്ല. വിശേഷിച്ച് മാന്യ സഹോദരിമാരുടെ പറയാം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പാകപ്പെടുത്തുക, അത് കഴിക്കുക. ആരെങ്കിലും സമയത്തുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. വിശന്നിരിക്കുന്ന എത്രയോ പേരുണ്ട്. അധികം വരുന്ന ഭക്ഷണം കളയരുത്. അതൊരു ഇല വാട്ടി പൊതി കെട്ടി നിങ്ങൾ വണ്ടിയുള്ളവരുണ്ടല്ലോ, വെളിയിലോട്ടിറങ്ങിയ കടത്തുന്നതിലും അവിടെയൊക്കെ ഭക്ഷണത്തിന് ആഗ്രഹിക്കുന്നുണ്ട്, കൊണ്ടു കൊടുക്കും. ആശുപത്രികളിലൊക്കെ ഉണ്ട്, കൊണ്ടു കൊടുക്കും, കളയരുത്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല. നിങ്ങൾ ചെല്ലുമ്പോൾ ഇയാളെ പ്രസംഗിക്കാൻ വിളിച്ചതല്ലേ, വചനം പ്രസംഗിക്കാൻ, ഇയാൾ ഉണ്ണുന്ന കാര്യം എന്തിനാ പറയാനെന്ന് ചോദിക്കും. ഈ പ്രസംഗം എന്തിനാ? എല്ലാവരും നന്നാകാനാ. ഇതൊക്കെ നന്നാകേണ്ട വിഷയമല്ല. നിങ്ങൾ ഇങ്ങനെ 66 രൂപ ലൈനെ പിടിച്ചതുപോലെ ഇരിക്കുന്നതാണോ? കണ്ണു തുറക്കുകയും ഇങ്ങനെ ഇരിക്കുക, അതല്ല. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ ജീവിതത്തിന് ക്രമീകരണം വരുത്തണം. അത് വരുത്തി കർത്താവിന്റെ വരവ് കാണണം. ഇതിനെല്ലാം വ്യത്യാസം വരണം. അതിനായി പറയുന്നത്. അത് അത്രയും പറഞ്ഞ ഭാഗം വിടുക. പോഷൻ തിന്ന് തൃപ്തനായാൽ അവന്റെ നിമിത്തവും. പിന്നെ വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ ലക്ഷണം കെട്ടവളുണ്ട്. വിവാഹം നടക്കാനൊരു സാധ്യത ഇല്ല. അങ്ങനെയുള്ളവ കല്യാണം കഴിഞ്ഞാൽ അവൾ ആ വീട്ടിൽ വന്ന് ഭയങ്കര ഭരണവും ഒരു ഊറയില്ലാതെ വരുന്നവർ അവരുടെ ആ വന്നു കഴിയുമ്പോൾ അവരുടെ ആ സ്ഥിതി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? എന്നെ മിണ്ടാതെ രണ്ടു കൂട്ടരുള്ളതുകൊണ്ടായിരിക്കും മിണ്ടാത്തത്. എന്നാൽ പിന്നെ മിണ്ടാതിരിക്കുന്ന ഭാഷ പറഞ്ഞാൽ മതി. ഞങ്ങൾ പിന്നെയും വീട്ടിലോട്ടാണ് ചെല്ലേണ്ടത്. സമാധാനത്തോടെ പോയാൽ മതി. അഹങ്കാരികളെ കണ്ടിട്ടില്ല? അഹങ്കാരമുള്ള സഹോദരന്മാരെ കണ്ടിട്ടില്ലേ? ഉണ്ട്. അഹങ്കരിക്കരുത്. ദൈവം നമുക്ക് നന്മ തരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ചിന്തിക്കാത്ത വിധത്തിൽ കൊണ്ട് നടക്കും. ഒന്നുകൂടെ വിനയപ്പെട്ടോണം. ഞാൻ അതിന് യോഗ്യനും യോഗ്യയുമല്ല, ദൈവം എനിക്ക് തന്നത്. ഈ ചിന്ത സദാസമയവും നമ്മെ ഭരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവരെ ബഹുമാനിച്ച് വളരെ വിനയത്തോടെ വേണം ജീവിക്കാൻ. സ്തോത്രം. എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ചിലർക്ക് നന്മയും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ചിലർക്ക് ഭയങ്കര അഹങ്കാരമുള്ളവരുണ്ട്. പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല. ഞാനും ഉണ്ട്. ഒരു പെയ്ത്തോമി ചെന്നപ്പോൾ എൻ്റെ കൂടെ ഒരു ദൈവനാശനം ഉണ്ട്. ഞങ്ങൾ പോവാം. അപ്പോൾ ആ വീട്ടിൽ ഉച്ച സമയത്താണ് ചെന്നത്. വേറെ അത്യാവശ്യത്തിന് പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം ആ ദൈവദാസൻ പറഞ്ഞു കഴിച്ചേച്ച് പോകാൻ. ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വീട്ടിൽ പോകാൻ അരമണിക്കൂറേ ഉള്ളൂ, ചെന്ന് കഴിച്ചോളാം. ഇല്ല, കഴിക്കും, നിർബന്ധിച്ചു. വെള്ളം കൂട്ടി കഴിക്കാം. ഞാൻ പറഞ്ഞു അയ്യോ അത് ബുദ്ധിമുട്ടാകും. അയ്യോ അങ്ങനെയല്ല, അതിനെ ഞങ്ങളുടെ ഇവിടുന്ന് കഴുകിയല്ലേ. അപ്പം അങ്ങനെ ചോദിച്ചപ്പം അതൊരു പ്രയാസമായി വരുമല്ലോ. കഴിക്കാം. അപ്പം ഭക്ഷണം എടുത്ത് വെച്ച കൂട്ടത്തിൽ ഉണക്കക്കുറിച്ചി വറുത്തത്. അപ്പം എൻ്റെ കൂടെയുള്ളവർ ഈ വന്ന കാലത്ത് ആരാ ഉണക്കക്കുറിച്ചിയൊക്കെ കഴിക്കുന്നതെന്ന് അലങ്കാര വർത്താനമാണ്. അവരെ എണ്ണയ്ക്കകത്ത് വറുത്താണ് കൊണ്ടുവന്നത്, നല്ല വൃത്തിയായിട്ടാണ് കൊണ്ടുവന്നത്. ഞാൻ 3-4 എണ്ണം കഴിച്ചു, നല്ല ടേസ്റ്റ്. ആ ഉണക്കമീൻ. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുക ഈ വന്ന കാലത്ത് ഈ ഉണക്കമീനൊക്കെ ആരാ കഴിക്കുന്നതെന്ന്.
അവര് നല്ല എണ്ണയ്ക്കകത്ത് വറുത്ത് അതിന്റെ പാകത്തിന് ആക്കി നല്ല വൃത്തിയായിട്ട് നല്ല രുചി. ഈ പറഞ്ഞ പുള്ളിയുടെ കൊച്ചില് ഇത് ചുട്ടു തിന്നവന്, എണ്ണ പോലും ഇല്ലാതെ. അതും വിറകടുപ്പിൽ വല്ല കരിയില കൂട്ടിയിട്ടു. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ? അല്ല, ചിലപ്പോൾ അങ്ങനെയുള്ള കക്ഷികൾ ഇതിനകത്തും കാണും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ കാര്യം കൂടെ ചേർത്തായി പറയാം. ദൈവം നമുക്ക് ഭക്ഷണം തരുമ്പോൾ, ദൈവം നന്മ തരുമ്പോൾ, നല്ല വസ്ത്രം തരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി കുറച്ചുകൂടെ വിനയത്തോടും വിധേയത്വത്തോടും ദൈവത്തെ ഭയപ്പെട്ടും വേണം ഞാൻ നിങ്ങൾ മുമ്പോട്ട് പോവാം. ഒരു ഉപദേശി ഭാര്യ, ഞാൻ കൺവെൻഷൻ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം അമേരിക്കയിലൊക്കെ പോയി ഇച്ചിരി കാശുമൊക്കെ കിട്ടി ഒരു വണ്ടിയൊക്കെ മേടിച്ചു. അപ്പോൾ ഈ സഹോദരിക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ ആയി. എല്ലാവരും അങ്ങനെയാണെന്നല്ല, വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന മാന്യ സഹോദരിമാരും ദൈവദാസിമാരും ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. എന്നാൽ ഇതിന്റെ പ്രത്യേക കേസാണ്. അപ്പോൾ ഞാൻ നോക്കി നിൽക്കുമ്പം മുടിയെല്ലാം ഇങ്ങനെ പൊക്കി കെട്ടി ഒരു 10-12 സ്ലൈഡും ഒക്കെ കാണുമായിരിക്കല്ലോ, ഇങ്ങനെ ഒക്കെ പോയി കച്ചു കൊണ്ടുപോകുമ്പോൾ. പുള്ളി അമേരിക്കയിൽ നിന്ന് വന്നതിൽ ബാഗും ഒക്കെ ഇങ്ങനെ കണ്ണടയൊക്കെ ഒത്തിരി വ്യത്യാസമായി. ഇതൊക്കെ ആയിക്കോട്ടെ, നല്ല കാര്യം. ബാഗ് പുതിയതായിക്കോട്ടെ, കണ്ണട, അതൊക്കെ നല്ല കാര്യമില്ലേ? അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പം എനിക്ക് അറിയത്തില്ല ആരാണ്, മുൻപിരുന്ന സഭയിലെയാണോ അതോ മുൻ പരിചിതരാണോ ആരോ, 2 മാന്യ സഹോദരിമാര് സാധുക്കളാണ്. വന്ന് അവര് ബഹുമാനത്തോടെ കാറിൻ്റെ അവിടെ വന്ന് അമ്മാമ്മേ സ്തോത്രം, ഞങ്ങളുടെ തൊട്ടപ്പുറം നിൽക്കുക, കേൾക്കാം സ്തോത്രം. ഒന്ന് ഒരു കൈ കാറിൻ്റെ ഡോറയിൽ ഇങ്ങനെ വെച്ച് ഗ്ലാസ് താത്തോട്ട് നിൽക്കുകയാണ്. അപ്പൊ അവര് പിന്നെ എന്തുകൊണ്ട് വിശ്വാസം ഇങ്ങനെ പല പല കാര്യങ്ങൾ അവർ ചോദിക്കുക. ഈ സഹോദരിക്ക് മിണ്ടാനും അവരോട് അതുങ്ങൾ ചില നേരം നിന്നേച്ച് അതുങ്ങളങ്ങ്. അത് കഴിഞ്ഞപ്പോൾ വേറൊരു അമ്മാമ്മ, ഇച്ചിരി പിടിപ്പുള്ള അമ്മാമ്മ വന്നപ്പോൾ ഈ സഹോദരി കാറ് ഇറങ്ങി അങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് കൈ കൊണ്ട് കൊടുത്തു. അവർക്കാണെങ്കിൽ താല്പര്യവും കൈ മേടിക്കാൻ. കൈ കൊടുത്തിട്ട് അവരെ നേരം വേറൊരു സഹോദരിയോട് വർത്താനം പറഞ്ഞിരിക്കുക. എന്നിട്ട് ഈ തള്ള ഇവരുടെ കയ്യിൽ നിന്ന് വിടുന്നുമില്ല. ലാസ്റ്റ് അവരോട് വർത്താനം പറഞ്ഞു ഇവരോട് മിണ്ടുന്നില്ല, ഇവരൊക്കെ പിടിച്ചോണ്ട് നിൽക്കുക. അത് ഇച്ചിരി പിടിപ്പുള്ള വീട്ടിലെ അമ്മാമ്മയാണ്. എന്റെ ഭാഷയാ, കനമുള്ള അമ്മാമ്മ. അവൻ വർത്താനം പറഞ്ഞ അവര് വേറൊരു അവരല്ലും കനമുള്ള ഒന്നിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതെല്ലാം കഴിഞ്ഞ് ഇവര് പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് വിശ്വസമായിട്ടിരിക്കുന്നില്ല, കൈ ഉടഞ്ഞു വെച്ചാൽ അവരൊന്ന് പോയി. ഇത് രണ്ടും ഞാൻ കണ്ടതാണ്. എങ്ങനെയുണ്ട്? ഞാൻ അവരെ വിധിച്ചതൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തില് ഗുണപാഠമായിട്ടിരിക്കണം. ദൈവം നന്മ തരുമ്പോൾ, ദൈവം നിനക്ക് അറിയിക്കാത്ത വഴികളിൽ കൂടി ദൈവം തന്നെ നടത്തുമ്പോൾ വിനയത്തോടും വിനയത്തോടും ബഹുമാനത്തോടും എല്ലാറ്റിലുപരി ദൈവത്തെ ഭയപ്പെട്ടു. എനിക്കവന്താണല്ലേ വീഴ്ചയിൽ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. നാവിടാനവനെ നാം ഘോഷിക്കാം. അവനത്രേ പാവനൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. കരമുയർത്തി ദൈവം മഹത്വപ്പെടുത്തുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവസന്നിധിയിൽ എത്രത്തോളം വിനയപ്പെടാം അത് നമുക്ക് അനുഗ്രഹമാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി കാര്യം പറയാനുണ്ടല്ലോ.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിലത് പറയും, ആ വാക്യം വായിച്ചിട്ട് അതിൽ നിന്നൊന്നും പുള്ളി പറഞ്ഞില്ല, കുഴപ്പമില്ല, ഗുണദോഷങ്ങളൊക്കെയാ പറഞ്ഞേച്ച് പോയത്, എന്നാലും വായിച്ച വാക്യത്തിൽ നിന്നൊന്നും. അപ്പൊ അത് വേണ്ട, നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. അപ്പൊ ശ്രദ്ധിക്കുക, 2 ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതി. 2 ലേഖനത്തിൽ 2 വിഷയം, 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ആ 2 വ്യക്തികൾ, ഒന്ന് യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതിന് തെളിവാണല്ലോ 2-ാം ലേഖനം 2:9 എന്ന അധർമ്മമൂർത്തി. അത് പറഞ്ഞപ്പോഴാണ് ഇത്രയും പറഞ്ഞത്. അധർമ്മം, ധർമ്മം, അധർമ്മം. അവിടെ ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട്. സമൂഹത്തോടും ഈ പ്രകൃതിയോടും മനുഷ്യരോടും ഒക്കെ നമുക്ക് ധാർമ്മികമായ ചില കടപ്പാടുകളുണ്ട്. അത് അനുഷ്ഠിച്ചേ ജീവിക്കാവൂ. ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, ഭാര്യയ്ക്കും ഭർത്താവിനും മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, മാതാപിതാക്കൾക്ക് അവരുടെ മാതാപിതാക്കളോട്, അയലത്തുകാരോട്, സഹോദരങ്ങളോട്, സമൂഹത്തോട് എല്ലാം ഒരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അത് പാലിച്ച് വേണം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കാൻ. അത് ചിലർക്ക് കാണുന്നില്ല. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, വണ്ടി പോകുമ്പോൾ പൂച്ചയെ കാണുവോ അല്ലെങ്കിൽ തതുല്യമായ ജീവി ഉണ്ടെങ്കിൽ നമ്മൾ ചില വണ്ടി നിർത്തും. അത് പോയി കഴിഞ്ഞ് ഇപ്പൊ പിന്നെ പലരും മൃഗത്തെ ഇടിക്കാത്ത കേസായതുകൊണ്ട് അല്ലെ ഇടിച്ചു തെറിപ്പിച്ച് മിക്കതും പോകും. എന്നാൽ നല്ല മനുഷ്യരുമുണ്ട്, എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ടല്ലോ നല്ല മനുഷ്യർ ഉണ്ട് പ്രകൃതിയോട്. അതുകൊണ്ട് ഈ പ്രകൃതിയോട് ദോഷം ചെയ്യുന്നത് കൊണ്ട് ആ പ്രകൃതിയിൽ ക്ഷോഭിച്ച് നിൽക്കുക, ഇല്ലയോ? പ്രകൃതിക്ഷോഭമേ, കുഴിക്കുന്നു, തുരക്കുന്നു, എന്തെല്ലാം നാശമാണ്. മല ഇടിക്കുന്നു, വെട്ടുന്നു, കണ്ടിക്കുന്നു, എല്ലാം പ്രശ്നങ്ങളല്ലേ. വൃക്ഷം മുറിച്ച് കളയുന്നു, ഇതൊക്കെ നല്ല കാര്യമാണ്. പ്രകൃതിയോടൊക്കെ നമുക്കൊരു ഇത് വേണം, ധാർമ്മികത. ഭാര്യയോടും ഭർത്താവിനോടും മാതാപിതാക്കളും. പണ്ടൊക്കെ പ്രായമുള്ള അപ്പച്ചൻ തിണ്ണയിലിരിക്കുക, എൻ്റെ കൊച്ചു പെൺപിള്ളേർ അതിലേക്ക് പോവുകയില്ല. അമ്മമാർ വരണ്ടി ചേന പിടിച്ച് പണ്ടപ്പുറം കൂടെ പോകാൻ പറയും. പെരക്കിൽ ചിലപ്പോൾ ചുറ്റിയായിരിക്കും പോകുന്ന അപ്പച്ചൻ വാതൊക്കെ. ഇന്നെങ്ങാനും അങ്ങനെ അപ്പച്ചൻ ആ വാതൊക്കെ കാലമണക്കി അടിക്കുന്നതിനെ കനാലിൽ കളയും. അപ്പച്ചനാന്ന് പറഞ്ഞ് അവിടെ പമ്മിയിരുന്ന അതിൽ അമ്മമാരെന്ന് അവിടെ പല പോയി പിള്ളേർ വരുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? 4 പിള്ളേർ വരുന്നു, നിങ്ങൾ ആ ചാർത്തനകത്ത് അങ്ങനെ പോയി. പണ്ട് കാലത്ത് അങ്ങനെ പിള്ളേർ ഉറക്കെ വർത്താനം പറയുമ്പോഴേ മരുമകളോ കൊച്ചു മരുമകളോ പെൺപിള്ളേരൊക്കെ പറയത്തില്ല. അഥവാ പറഞ്ഞാൽ ഇന്ന് നേരെ തിരിച്ചാ അവർ പോയി കഴിഞ്ഞ് പറയും. നേരെ നല്ല തിരിഞ്ഞില്ലേ? പണ്ട് വണ്ടമേടിയ കോച്ചൻ നേരെ നിന്ന് പ്രസംഗിച്ചിട്ട് ആരും കേൾക്കാനില്ല. പുള്ളി ഇതുപോലെ ഉത്തരീയമുണ്ട്, അത് തിരികെ മടക്കിയിട്ട് താഴോട്ട് വെച്ചിട്ട് തലയും കുത്തുന്നു, കാല് രണ്ടും ഇങ്ങനെ സ്റ്റഡിയായിട്ട് തല താഴെ. പുള്ളി അങ്ങനെ നിന്നുകൊണ്ട് പാട്ട് പാടിയപ്പോൾ എല്ലാവരും ഓടിക്കൂടി, ഇതാരാണ്? അപ്പോൾ പുള്ളി സുവിശേഷം പറഞ്ഞുള്ളവരും ഒക്കെ കേൾക്കുന്നത്. അപ്പോൾ എഴുന്നേറ്റിച്ച് പുള്ളി പറഞ്ഞു, ഇതുപോലെ ലോകം നേരെ എന്ന് പറഞ്ഞ ആരും കേൾക്കുകയല്ല, തലയും കുത്തു എന്ന് പറഞ്ഞപ്പോൾ ലോകമെല്ലാം തലയും കുത്തി നിൽക്കുക. അപ്പം നേരായ മാർഗത്തിൽ കൂടെ പോകുന്നവർ കുറച്ച് പേരേ ഉള്ളൂ, ദൈവത്തിനും മകത്വം. അപ്പൊ എല്ലാവർക്കും ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്, പോട്ടെ. അപ്പൊ എന്നാൽ അധർമ്മമൂർത്തി, ധർമ്മവിരുദ്ധമായ സകല പ്രവൃത്തികളും, നാശയോഗ്യൻ, അധർമ്മമൂർത്തി, തുമ്പകെട്ട ഘടകൻ, വരുവാനുള്ള പ്രഭു, എതിർ ക്രിസ്തു, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ സ്വഭാവവും പ്രവൃത്തി അനുസരിച്ച് ആ പേര് കൊടുത്തിരുന്നത്. ആട്ടെ, നമുക്ക് ആ വിഷയം വിടാം. 1-ാം ലേഖനം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. 1-ാം ലേഖനത്തിന് എത്ര അധ്യായമുണ്ട്? 5 അധ്യായമുണ്ട് 1-ാം ലേഖനത്തിൽ. 5 അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 9, 10, 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യവും 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യവും 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യവും 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ക്രമത്താലെ ഉറക്കെ വായിച്ചു. 1-ന്റെ 9, 10. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം ലഭിച്ചു എന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടിവിക്കുന്നതിനുമായി യേശു, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുവെന്ന് പറഞ്ഞാൽ യേശു പ്രത്യക്ഷപ്പെടാൻ പോവുക. അതാ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു സന്തോഷമില്ല, അത് ഞാൻ പറഞ്ഞതുകൊണ്ട്. യേശു ക്രിസ്തു വീണ്ടും വരുവെന്ന്. വരുവാമേ? എന്തിനാ?
ഇതറിഞ്ഞാൽ മതി. ഇനി ഉലകത്തിൽ വസിക്കുവാൻ ഗതിയില്ലാത്ത ഗതി ഞാൻ ഇണയില്ല കൂറും പ്രാവു പോലെ രാപകൽ ഞരങ്ങുന്നു സൂര്യലോകെ ചേരുവാൻ നാഥ ഞരങ്ങുന്നു സൂര്യലോകെ ചേരുവാൻ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസമേറെയാകുമോ വരവിനു താമസമേറെയോ മകമകത്വത്തിൻ പ്രഭുവേ നിൻ വെളിച്ചത്തിൻ പ്രഭയിൽ ഞാൻ ജ്വലിച്ചെങ്ങും ഇരുളല്ല നീക്കി മേവുവാൻ വെളിച്ചത്തിൻ സുതനായി കാക്കണേ എന്നെ വെളിച്ചത്തിൻ സുതനായി കാക്കണേ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസമേറെയാകുമോ വരവിനു താമസം ഏറെയോ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും. 1-ാം ലേഖനത്തിന് 5 അധ്യായമുണ്ട്. 5-ാം അധ്യായത്തിൽ പൗലോസ് വളരെ കർക്കശമായി തെളിയിച്ചു യേശു പ്രത്യക്ഷപ്പെടും. അതാണ് 1-ാം അധ്യായത്തിന്റെ 9, 10, 2-19. നന്നായിട്ട് വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ഒന്നുകൂടെ 19-ാം വാക്യം വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷത, അവിടെയും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചിരിക്കുക. ഇനി 3:13 എന്നെ ഇന്ന് മൊത്തം പരിവക്കേടാന്നല്ലോ. കണ്ണാടി ഉണ്ടല്ലോ, പിന്നെ ഒന്നുകൂടെ വായില്. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ വിശുദ്ധന്മാരുമായി വരുന്ന അവിടെ പ്രത്യക്ഷപ്പെടുമെന്ന്. ഈ പ്രത്യക്ഷത അല്പം വ്യത്യാസമുള്ള പ്രത്യക്ഷത. ഇതേത് പ്രത്യക്ഷതയാണെന്ന് മനസ്സിലായോ? ഒന്നുകൂടെ വായിച്ച് മനസ്സിലാകും. ഇങ്ങനെ അത് മഹത്വ പ്രത്യക്ഷത. ആദ്യത്തത് മേഘപ്രത്യക്ഷത. 2-ാം വരവിന് 2 ഘട്ടമാണ്. ആദ്യത്തെ ഘട്ടം മേഘപ്രത്യക്ഷത, സഭയെ ചേർക്കാൻ. 2-ാമത് വരുന്നത് മഹത്വ പ്രത്യക്ഷത, ഒലിവുമലയില്. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്നാണ് തെളിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. ഇനി 4:13 മുതൽ. അല്ല മിനി, ഞാൻ ഈ സഹോദരിക്ക് ഒരു അവസരം കൊടുക്കട്ടെ. വേറെ എൻ്റെ ഒത്തിരി വാക്യമുണ്ട്, തരാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ, കർത്താവിന്റെ പ്രത്യക്ഷത അവിടെ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. പിന്നെ 16-ാം വാക്യം നമുക്കെല്ലാം മനപ്പാടമാ. കർത്താവ് ഗംഭീര, എല്ലാവർക്കും അറിയാതെ പറയണ്ട. അപ്പോൾ 4-ാം അധ്യായത്തിന്റെ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി 5-ാം അധ്യായത്തിന്റെ 23 വായിച്ചാട്ടെ. അടുത്തത്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. തൃത്വമാന്നേ ഒരു മനുഷ്യനിലും ഉണ്ട്. ആത്മാവ്, പ്രാണൻ, ദേഹം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തിയിലുണ്ട്. സൃഷ്ടിച്ചു, നിർമ്മിച്ചു, ഉണ്ടാക്കി. അങ്ങനെ. ഷാജിനുമുണ്ട് തൃത്വം.
അത് നമ്മുടെ വിഷയമല്ല, അങ്ങോട്ട് പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ 5-ാം അധ്യായത്തിന്റെ 23-ലും പ്രത്യക്ഷത എന്നുള്ള പ്രയോഗം ഉണ്ടെന്നോട് വായിച്ചു. നിങ്ങളുടെ ആത്മാവും സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. ആത്മാവും പ്രാണനും ദേഹവും ശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അവിടെയും ക്രിസ്തു യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. അപ്പൊ ശ്രദ്ധിക്കണേ, 2 ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനത്തിൽ 2 വിഷയം, 2 പ്രത്യക്ഷത, 2 വ്യക്തികളുടെ പ്രത്യക്ഷത. 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. 2-ാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 1-ാം ലേഖനം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 1-ാം ലേഖനത്തിന് 5 അധ്യായം, 5 അധ്യായത്തിന് ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. 1-ാം അധ്യായത്തിന്റെ 9, 10, 2-ന്റെ 19, 3-ന്റെ 13, 4-ന്റെ 13 മുതൽ താഴോട്ടും 5-ന്റെ 23 ഇവിടെ എല്ലാം യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. അതിനൊരു തർക്കവും ഇല്ല. സ്തോത്രം. നമ്മുടെ കർത്താവ് വീണ്ടും വരും. ഇബ്രാഹിലേഖനമൊക്കെ പഠിക്കുന്ന തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്കാണ്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. പത്രോസ് പറയാ, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. യേശു ക്രിസ്തു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രതീക്ഷ, അതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയ്ക്ക് കൊടുത്തിരിക്കുന്ന പദം ജീവനുള്ള പ്രത്യാശ എന്നാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതെ, 1-ാം അധ്യായം യേശുവിന്റെ പ്രത്യക്ഷത. യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. ഈ തെസ്സലോനിക്ക സഭ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. 1-ന്റെ 9 ഒന്നുകൂടെ വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള അപ്പൊ പൗലോസ് ഇവരോട് ചോദിക്കുക, അല്ലയോ തെസ്സലോനിക്ക സഭയെ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയാ പ്രവേശനം? ഞങ്ങൾ നിങ്ങളുടെയൊക്കെ പൗലോസും ലൂക്കോസും ഒക്കെ ഉണ്ട്, മറ്റ് ശിഷ്യന്മാരും ഒക്കെ കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ, അത് ബഹുവചനമാണ്, പൗലോസ് മാത്രമല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? ഞങ്ങൾ എങ്ങനെയാ നിങ്ങളുടെയൊക്കെ വന്ന്? നിങ്ങൾക്ക് അതറിയാമോ? അതാ ചോദ്യത്തിന്റെ വേറൊരു ആശയം. പൗലോസ് തെസ്സലോനിക്കയിൽ വന്നത് മിഷനറി യാത്രയില്ല. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അവിടെ പറയണ്ട. ഈ ആരംഭകാലത്തൊക്കെ പരിശുദ്ധാത്മാവ് അയക്കുന്നതും വിലക്കുന്നതും ആക്കുന്നതും വിടുന്നതും ഒക്കെ. ഇപ്പം മിക്ക സഭകളിലും കാലങ്ങൾ കഴിഞ്ഞ പരിശുദ്ധാത്മാവ് ഒന്നുമല്ല, കമ്മിറ്റി, കൗൺസിലും സെക്രട്ടറി, ട്രഷറർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായി ഇപ്പം കാര്യങ്ങളെല്ലാം മിണ്ടുന്നില്ല. മിണ്ടണ്ട. പരിശുദ്ധാത്മാവ് ഒന്നുമല്ല. പിന്നെ നമ്മളെല്ലാം കൂടെ തീരുമാനിച്ചേച്ച് ദൈവകരങ്ങളിലോട്ട് അങ്ങ് അതിനും മിണ്ടുന്നില്ല. നമ്മളെല്ലാം കൂടെ വട്ടമിരുന്ന് കാര്യം തീരുമാനിച്ചേച്ച് പറയും, ജോർജ് കുട്ടി പ്രാർത്ഥിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ചാട്ട്. ഉടനെ നമ്മൾ പറയും, കർത്താവ് ഞങ്ങൾ കൂടി വന്ന് ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു, അതെല്ലാം നിന്റെ കരങ്ങളിലോട്ട് തരുന്നു, സൈൻ ചെയ്ത് പെട്ടെന്ന് ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ 1-2 ദിവസം ദൈവം അനുവദിച്ചാൽ ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു തുടക്കത്തിൽ അലോഗ്യം ഉണ്ടാക്കണ്ട. അപ്പൊ ആരംഭകാലത്ത് പരിശുദ്ധാത്മാവ് വായിക്കുന്നത് അന്ത്യോക്യ സഭയിൽ സ്തോത്രം ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് ബാർതിരിപ്പിൻ എന്ന് കമ്മിറ്റി പറഞ്ഞെന്നല്ല, പിന്നെയോ അതാ ഷണ്ണനോടെ കൗൺസിൽ കൂടി ഫിലിപ്പോസിനോട് പറഞ്ഞ് കൗൺസിൽ കൂടി പറഞ്ഞ് പെട്ടെന്ന് ദർശയ്ക്ക് പൊക്കോളാം. അങ്ങനെയാണോ പറഞ്ഞത്? ദൈവത്തിന്റെ ആത്മാവാ പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ദർശനമുണ്ടായി. യൂതൻ വന്നു. അതാ കൊർന്നേലിയോസ് അങ്ങോട്ട് 2 പേരെ വിട്ടു. അവിടെ അനനിയാസ് പ്രാർത്ഥിച്ചപ്പോഴും ദർശനമുണ്ടായി. നീ അവിടെ തർസോസ് എന്ന പേരുള്ള നേർവേദി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ ശൗൽ എന്ന പേരുള്ള തർസോസുകാരൻ അവിടെ ഉണ്ട്. അവനെ എന്തെടുക്കുന്നെന്നാ പറഞ്ഞേ? പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എഴുതിയേക്കുന്നത് 9-ാം അധ്യായത്തിന്റെ 9-ആണോ 10-ആണോ? തന്നെ വായിക്കാമോ? കർത്താവാ ദർശനത്തിൽ. അടുത്തത്
ആ, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ള ആ അവൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്നവനെ അറിയാം, അല്ലെ ദൈവം അറിയിക്കും. അന്യാസം ദൈവസന്നിധിയിൽ ഇരിക്കുക. എന്നാലും പറഞ്ഞാൽ അവിടെ ഒരുത്തനുണ്ടെന്ന്. ഈ അങ്ങനെ ആത്മീകരെ കാണുമ്പം അറിയാം, ഗുണ്ടകളെ കാണുമ്പം അറിയാം. പിന്നെ പോക്കറ്റടിക്കാരനെ കാണുമ്പോൾ അവർ കണ്ണു കാണിക്കും, നീ മറ്റേ ബസ്സിൽ കയറിക്കോളാം, നമുക്കിതൊന്നും പിടികിട്ടുകയല്ല. പറഞ്ഞാൽ ഞാൻ ഇതിലാ കയറുന്ന, നീ മിണ്ടുന്നില്ല. സഭയിലെ ഉടക്കുണ്ടാക്കുന്നവർക്ക് തമ്മിൽ അറിയാം, അവരടുത്തടുത്തേ ഇരിക്കുകയുള്ളൂ. അവരുടെ കസേര അടുത്തടുത്ത്, ആരാധിക്കുന്നവർ അടുത്തടുത്തിരിക്കും, പ്രാർത്ഥിക്കുന്നവരും അടുത്തടുത്തിരിക്കും. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. സ്തോത്രം. നീ നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ ചെല്ലണം. അവിടെ തർസോസുകാരൻ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ എന്തെടുക്കുക? എന്റെ ഭാഷ പറഞ്ഞ പ്രാർത്ഥിക്കുന്നവരെ കൊല്ലാൻ നടന്നവനാ, അല്ല കൊന്നത് സമ്മതമായവനാ. പക്ഷെ ദൈവം തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാ ക്രിസ്തുമാർഗത്തിന്റെ മഹിമ. പ്രൈസ് ദി ലോർഡ്. യേശു ഉള്ളത്തിൽ വന്നാൽ മാറ്റം ഉണ്ടാകും. ഈ മാർഗക്കാരെ കണ്ടാൽ പിടിച്ചു കെട്ടി കൊല്ലുവാൻ മഹാപുരോഹിതന്റെ അധികാരപത്രവും വാങ്ങി വാഹനമൃഗത്തിന്റെ പുറത്ത് വന്ന ശൗല് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞ വസ്ത്രം സൂക്ഷിച്ച ആള് 8 അവനെ കൊന്നത് പുള്ളിക്ക് സമ്മതമായി. ഇതൊക്കെ പോരാഞ്ഞിട്ട് വീടുതോറും കയറി ഉപദ്രവിച്ചവനായി ശൗൽ. പക്ഷേ ഡമസ്കസിന്റെ പടിക്ക് വെച്ച് യേശു ഇടപെട്ട് കഴിഞ്ഞപ്പോൾ സമൂഹ മാറ്റം. ഇത് സുവിശേഷം കൊണ്ടേ ഒക്കൂ. പോലീസിന്റെ ലാത്തിക്കൊന്നും ഒക്കത്തില്ല, തത്വസംഹിതകൾക്ക് ഒക്കത്തില്ല, പ്രത്യേക ശാസ്ത്രങ്ങളെ കൊണ്ട് ഒക്കത്തില്ല, ഒരു പാർട്ടിക്കാരെ കൊണ്ട് ഒക്കത്തില്ല. ഇത് സുവിശേഷം കൊണ്ട് മാത്രമേ നടക്കൂ. അതാണ് സുവിശേഷത്തിന്റെ ശക്തി. അത് നമുക്ക് ആ വിഷയം വിടാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളുടെ ഇടയ്ക്ക് എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചതിന്റെ കാര്യമാണ്. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. എന്നാലും അല്ലെന്ന് ആയിക്കോട്ടെ, സത്യദൈവം തന്നെ, അതിനൊരു തർക്കവും ഇല്ല. നമ്മൾ എടുത്ത വിഷയത്തിൽ വരണമെന്നാണ്. അപ്പോസ്തല പ്രവൃത്തിയിലല്ലേ എഴുതിയേക്കുന്നത്? ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് 16-ാം അധ്യായത്തിലല്ലേ? 9-ആണോ? 6-ഓ ആയിക്കോട്ടെ, വായിക്കും. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അവനെ അടുത്തത് ത്രോമാസിലെത്തി. അപ്പൊ ത്രോമാസിലെത്തി. അവിടെ വെച്ച് മക്കതോനിയക്കാരൻ പുരുഷൻ തന്നെ വിളിക്കുന്നു. ആ ദർശനത്തിന്റെ വെളിച്ചത്തിൽ മക്കതോനിയുടെ ഒരു ഭാഗമാകുന്ന ഫിലിപ്പിയ പട്ടണത്തിലെത്തി. ഫിലിപ്പിയ പട്ടണത്തിൽ വന്ന് പ്രസംഗിക്കാൻ പള്ളിയൊക്കെ നോക്കി കിട്ടിയില്ല, കണ്ടില്ല. അപ്പോൾ പതിവ് പോലെ നോക്കിയിട്ട് പുളിപ്പിച്ചു വന്നുമില്ല. അപ്പൊ നോക്കിയപ്പോൾ പുഴവക്കത്ത് സഹോദരിമാര് അവരെ കണ്ടു. സ്ത്രീകളോട് സംസാരിച്ചു. സ്ത്രീകളോട് സംസാരിക്കാം. ചില വിശുദ്ധന്മാര് പറയുന്നുണ്ട്, ഞാൻ സ്ത്രീകളോട് പറ അയന സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ബഹുമാന്യ സ്ത്രീകളോട് എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കാം. ഞാൻ സംസാരിക്കാറുണ്ട്. അമ്മമാരോടും കൊച്ചു സഹോദരിമാരോടും പ്രായമുള്ളവരോടും. പക്ഷെ നമുക്ക് വ്യവസ്ഥയുണ്ട്. ചില പരമവിശുദ്ധന്മാരുണ്ട്. പരമവിശുദ്ധന്മാര് നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും. ഞാൻ സ്ത്രീകളോട്, സ്ത്രീകൾ ആരെങ്കിലും ചെന്ന് പാസ്റ്റർ എന്തുകൊണ്ട് വിശേഷം? സന്തോഷമാണ്. അവരവിടെ വന്നാണ് ചോദിക്കുന്നത്.
അവനെ സൂക്ഷിച്ചോണം. അവൻ വലിയ അമ്മമാരോട് സംസാരിക്കാം, സ്ത്രീകളോട് സംസാരിക്കാം, കുഞ്ഞുങ്ങളോട് സംസാരിക്കാം, യൗവനക്കാരത്തിയോട് സംസാരിക്കാം, സമപ്രായക്കാരോട് സംസാരിക്കാം, മൂത്ത സഹോദരിയോട് സംസാരിക്കാം, എല്ലാവരോടും സംസാരിക്കാം. അതിന് ഏറ്റവും നല്ല മാതൃക യേശുവാണ്. ഒറ്റയ്ക്കൊരു സഹോദരിയായിട്ട് എത്ര മണിക്കൂർ സംസാരിച്ചു. സംസാരത്തിന്റെ മൂർധന്യാവസ്ഥ അവർക്ക് മനസ്സിലായി മിശിഹായാണെന്ന്. നമ്മളോട് ഒറ്റ മണിക്കൂർ സംസാരിക്കണ്ട. സംസാരം കഴിയുമ്പോൾ അവള് പറയും, ഇയാളെ പോലൊരു പിശാച്. തുടങ്ങിയപ്പോ അവര് പറഞ്ഞ് മിശിഹായാന്ന്, തീരാന്നിടത്ത് പറഞ്ഞ് ഇയാൾ ലഘുവാനാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ സംസാരം. പക്ഷെ അവിടെ സംസാരിച്ചപ്പോ ഒരു യഹൂദനായിട്ടാണ് തുടങ്ങിയത്. സംസാരം തീർന്നപ്പോൾ മനസ്സിലായി മിശിഹായാണെന്ന്. ഇതാ നമ്മുടെ മാതൃക. ആരോടും സംസാരിക്കാം. ചെല്ലി പറയാനുണ്ട്, ഞാൻ സ്ത്രീകളുള്ള വീട്ടിൽ, അങ്ങനെയാണ് ഈ ഭൂമി ജീവിക്കാനൊക്കത്തില്ല. എല്ലാ വീട്ടിലും സ്ത്രീകളില്ലയോ? സ്ത്രീകളുള്ള വീട്ടിലും പോകാം, പുരുഷനുള്ള വീട്ടിലും പോകാം, പ്രായമുള്ളവരുള്ള വീട്ടിലും പോകാം, എവിടെയും പോകാം. ഇതിനെല്ലാം വ്യവസ്ഥയുണ്ടെന്നുള്ളതാണ്. സ്തോത്രം. ഒന്നുകൂടെ ആ വാക്യം വായിച്ച സഹോദരി, എല്ലാരും കേട്ടില്ലെന്ന് തോന്നുന്നു. അല്ലേലിയാക പിന്നെ പറയാം, വാക്യമായിരുന്നു. അല്ല, അകത്തെ കാര്യമായിരുന്നത് പിന്നെ പുറത്തെ കാര്യമായിരുന്നു. അതേതാന്ന് എന്നോടാണ്, ഞാനല്ലേ പറഞ്ഞു. മിനി വായിക്കും. മിനി നേരെ തന്നെ വായിച്ചാൽ മതി, വളച്ചൊന്നും വായിക്കണ്ട. യോ പുഴവക്കത്ത് എന്ന് ആ വായിക്കും. അതെ, സ്ത്രീകളോട് അത് വായിക്കാനാ പറഞ്ഞത്. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. മതി. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിക്കാം, പുരുഷന്മാരോട് സംസാരിക്കാം, ഇല്ലേ? സ്ത്രീകളോട് 7:1 വായിച്ച അപ്പോസ്തല പ്രവൃത്തി. പുരുഷന്മാരെ. അപ്പൊ പുരുഷനോട് സംസാരിക്കാം, സ്ത്രീകളോട് സംസാരിക്കാം, പിന്നെ എല്ലാവരോടും സംസാരിക്കാം. ഇവിടെ സ്ത്രീകളോട് സംസാരിച്ചു. സംസാരിച്ചത് എന്നതാ? അല്ലെന്ന് അപ്പോസ്തല പ്രവൃത്തി 16. ഇത് 7അല്ലേ? പേരെന്നാ? മിനിയും ബീനായും. മിനി വായില്ല. അടുത്തത് ഹൃദയം തുറന്നു. അപ്പൊ അവളും കുടുംബവും അപ്പൊ സംസാരിച്ചത് എങ്ങനാ? രക്ഷയും സ്നാനമൊക്കെ ആയി സംസാരിച്ചേ. അത് എത്ര മണിക്കൂർ വേണേലും സംസാരിക്കാൻ ആരോടും. മനസ്സിലായല്ലോ? രക്ഷയെ പറ്റിയും സുവിശേഷത്തെ പറ്റിയും സ്നാനത്തെ പറ്റിയും ഒക്കെ ആയി സംസാരിച്ചേ. അത് എത്ര മണിക്കൂർ വേണേലും ആരോടും. വേറെ സംസാരം വരുമ്പോഴാ അത് ഉപദേശിയാണേലും വിശ്വാസിയാണേലും വേറെ സംസാരം വന്നാൽ പ്രശ്നമാണ്. എന്തുകൊണ്ട് വിശേഷം ഇങ്ങനെ പോകുന്നു, പിന്നെ എന്നാ പിന്നെ എല്ലാ ഭാഷ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഹൈനാസിസ്റ്റ് ഇങ്ങനെ തട്ടിയും മുട്ടി എന്ന് വർത്താനം ടോണ് വേണം. ബാക്കി ഇനി ഞാൻ പറയണോ? വേണ്ടല്ലോ. പറയണേ പറയാം, വേണ്ട. പക്ഷെ യേശുവിനെ പറ്റി എത്ര മണിക്കൂറും പറയാം, ദൈവവചനത്തിൽ എത്ര മണിക്കൂറും പറയാം, ആരോടും പറയാം, എവിടെയും പറയാം. എവിടെയും പറയുവാൻ, ആരോടും പറയുവാൻ പറ്റുന്ന ഒന്നിനുള്ളത് സുവിശേഷമാണ്. വിടുതലിന്റെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം, സൗഖ്യത്തിന്റെ സുവിശേഷം, ഉദ്ധരിക്കുന്ന സുവിശേഷം, നിന്നെ രക്ഷിക്കുന്ന സുവിശേഷം. അത് പൗലോസ് സ്ത്രീകളോട് പറഞ്ഞു. സ്ത്രീകളെല്ലാം ശ്രദ്ധിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചെങ്കിലും
ഹൃദയം ലുദിയായുടെ ദൈവം. കാരണം അവള് വളരെ ശ്രദ്ധിച്ചു. ഈ യോഗത്തിന് എല്ലാവരും വരുന്നെങ്കിലും ശ്രദ്ധിക്കുന്നത് കുറച്ച് പേരേ ഉള്ളൂ. ഉപദേശമാരെല്ലാം പറഞ്ഞ ഉദാഹരണം ഒന്നുകൂടെ പറയുക, കേട്ടിട്ടുള്ളത് ഒന്നുകൂടെ പറയുക. ചോദിക്കാതെ പുള്ളി ഇന്ന് എന്നാ പ്രസംഗിച്ച? ഓ, ഞാൻ താമസിച്ചു പോയത് കൊണ്ട് സബ്ജക്റ്റ് എന്നാന്ന് കേട്ടില്ല. പുള്ളി ഇടയ്ക്ക് എന്നാ പറഞ്ഞു? അത് ഞാൻ ഇടയ്ക്കൊന്ന് മയങ്ങിപ്പോയി, അതുകൊണ്ട് അതും ആടെ എവിടെ കൊണ്ട് നിർത്തിയത്? ഞാൻ നേരത്തെ പോയത് കൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ വയ്യാവേലി യോഗത്തിന് വന്നതുകൊണ്ട് ഒരു ഗുണവും. എന്നാൽ ഇവിടെ അങ്ങനല്ല, ലുദിയ ശ്രദ്ധിച്ചു. പൗലോസ് സംസാരിച്ച സുവിശേഷമാ പറഞ്ഞേ, അതുകൊണ്ടല്ലേ അവിടെ സ്നാനപ്പെട്ടെ. വേറെ വല്ലതും പറയുകയാണെന്നെങ്കിൽ സ്നാനപ്പെടുവോ? അപ്പൊ പറഞ്ഞത് സുവിശേഷമാണ്, വചനമാണ്, രക്ഷയുടെ ദൂതാണ്, മാനസാന്തരമാണ്, സുവിശേഷമാണ്, നിത്യതയാണ്. ഇതൊക്കെയാണ് പറഞ്ഞു. ശമരിയാകാരിയുമായിട്ട് യേശു സംസാരിച്ചില്ലേ? ശിഷ്യന്മാരാരും അടുത്തില്ല, എല്ലാവരും ഭക്ഷണം കൊണ്ടാ പോയിരിക്കുക. രണ്ടുപേരും മാത്രം. ഒരു യൗവനൊക്കെ യേശു ഒരു 31-32 വയസ്സുണ്ട്, നല്ല യൗവനമാണ്. നിങ്ങളവർക്ക് ഈ കലണ്ടറെ ഗ്രഹപ്പേട പിടിച്ചു കിടക്കും. അങ്ങനെ ഇവിടെ എന്താ യേശു കണ്ടിട്ടില്ല കലണ്ടറയിലൊക്കെ ഒരു കൂറത്താടി, അതൊന്നുമല്ല യേശു. അതേതാണ്ട് ഭ്രാന്തനെ വട്ടനെ കണ്ടോണ്ട് ഏതോ വട്ടം വരച്ചതാ. കർത്താവൊന്നുമല്ല, 10,000 ശ്രേഷ്ഠനാണ്. എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ, അവൻ 10,000 ശ്രേഷ്ഠനാ. ധന്യനാകുന്ന ഏകാധിപതി, താൻ രാജാതി രാജാവും കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ പാടില്ലാത്തവനുമായ അവൻ ഉന്നതനും ഉയർന്നവനും ശ്വാസനിവാസിയുമാകുന്ന എല്ലാവരും ശ്രേഷ്ഠനാകുന്ന നസറേയനാകുന്ന യേശു ക്രിസ്തു. മൃഗനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃത കർത്താവിന് മഹത്വം കൊടുക്കുക. എല്ലാവരും ശ്രേഷ്ഠനും ഉന്നതനും മഹിമയുള്ള മഹത്വമുള്ള നസറേയനാകുന്ന യേശു. ആര് കണ്ടാലും ഒന്ന് നോക്കും. യേശുവിനെ യേശു സുനേങ്ങി എന്നാ പറഞ്ഞ ശൂലേനി എന്നെ പ്രിയനോ വായിച്ച 5:9 മുതൽ വായിച്ചു. ഏതാ ഉത്തമഗീതം. എന്റെ മിനി താഴോട്ട് ഓടിച്ചു വായിക്കുന്നു. തടവും നറന്തൈകളുടെ വാരവും പോലെ. രണ്ട് പൂ പറഞ്ഞല്ലോ. പിന്നെ സ്വർണനാളങ്ങള്. അതെ, ഇതൊക്കെ അലങ്കാര ഭാഷയിൽ കൊടുത്തിരിക്കുക. ജ്ഞാനികളിൽ ജ്ഞാനിയാകുന്ന ശലോമോൻ ഇത്ര നല്ല ആസ്വാദ്യകരമായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല വർണ്ണന വിവരിക്കുന്നില്ല, നേരമില്ലാത്തത് കൊണ്ട് തന്നെ. ഞാൻ പഴയ പാട്ടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് 2 ശീല് പാട്ട്, അതിന് പക്കമുണ്ട്. അവരോട് ഞാൻ വിളിച്ചതാ, പറഞ്ഞില്ല. ഹാർമോണിയം ഒക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞതാവുന്നു, വാ നമുക്ക് വയനാട് വരെ പോകാം. അങ്ങനെ നേരത്തെ ക്രമീകരിച്ച വിവാഹ ശുശ്രൂഷയിൽ അവർ കൊണ്ടിട്ട് വേണ്ടി സംബന്ധിക്കണം. അപ്പം അതുകൊണ്ടാണ് ആട്ടെ.
നമുക്കിവിടെ ആദ്യം ഒരു തവലക്കാരന് വല്ലതും വീട്ടുകാരുന്നത് നല്ലതായിരുന്നു. വോട്ട് കിട്ടിയിട്ട് ഇത്ര പേര് വോട്ടെന്ന് വിൽക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതെല്ലാം അലങ്കാര ഭാഷയില് കൊടുത്തിരിക്കുന്ന പ്രയോഗങ്ങളാണ്. അതുപോലെ സൗന്ദര്യത്തിന്റെ ദൃഢം ക്രിസ്തു, ദൈവത്തിന് മഹത്വം, നല്ല യൗവനമാണ്. പേരിശ്ശേരിലെ മത്തായിച്ചൻ ആ തിരുമുഖത്തേക്ക് നോക്കിയേച്ച് ഒരു വരി ഇങ്ങനെ എഴുതി: കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കതേ വാ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കതേ വാ. നമ്മുടെ അടൂര് തുവയൂര് അസംബ്ലി ബോർഡിൽ ഉണ്ടായിരുന്ന KM മാത്യുവിന്റെ അപ്പച്ചനാണ് പേരിശ്ശേരി മത്തായിച്ചൻ. ആ ഭക്തനായ മനുഷ്യൻ എഴുതിയ പാട്ടിന്റെ ഒരു വരിയാണ്: കോടി സൂര്യപ്രഭ ഏറും. യേശുവാദ മത്തായിച്ചൻ അങ്ങനെ എഴുതിയപ്പോ ആറന്മുള ഇരുന്ന സൈമൺ സാർ എഴുതി: നിൻമുഖത്തു നിന്നു തൂകം നന്മധു പൂരത്തിലമ്പൽ മുങ്ങിലേക്കുന്നു ദിവ്യ ജ്ഞാനികൾ. അപ്പൊ സാറ് നോക്കിയപ്പം മുഖത്തിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീട്, അതില് ഇതൊക്കെ പൊഴിക്കുന്നു എഴുതിയ. അന്നേരം എലന്തൂരിരുന്ന് ചൗമേലി സാർ എഴുതി, TKS പുള്ളി എഴുതി: കല്ലുച്ചതലേശം കാണുന്നില്ലി മനുഷ്യനിലെന്നുര ചെയ്തുതാൻ. കല്ലുച്ചതലേശം കാണുന്നില്ലി മനുഷ്യനിലെന്നുര ചെയ്തുതാൻ. മരണമതി വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂമി അത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമകൾ. അപ്പം CS മാത്യു പടയ വരൂ തമ്പി, CS മാത്യു എഴുതിയതാണ് സ്തോത്രം. 10,000 പേർകളിൽ പരമസുന്ദരനായ മണ്ണ വാളൻ. എന്ത് നല്ല വരികളാ ഇത്! പറഞ്ഞാലും വർണ്ണിച്ചാലും ഒന്നും തീരുകയില്ല. അത്രയ്ക്ക് ശ്രേഷ്ഠനാ ക്രിസ്തു. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൽ കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോ കണ്ട അന്തം വിട്ടുപോയി. അതിന് 13 മുതൽ വായിച്ചേ. 13 പെട്ടെന്ന് വായിക്കും. 1:13. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെ ഈ നിലവിളക്കണ നടുവിൽ നെയ്യങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിവനായി. അടുത്തതാണ് ഡൈ അല്ലല്ലോ, എങ്ങനെ ഡൈ അല്ല. സ്തോത്രം. അപ്പൊ എന്തായാലും പറഞ്ഞ എത്ര വാക്യങ്ങളാ ഇതെല്ലാം ചേർത്ത് പഠിച്ചാൽ ധ്യാനിച്ചാൽ ഇതുപോലെ ശ്രേഷ്ഠനായ ഒരുവനില്ല. സ്തോത്രം. എന്നാലും TKS വേറൊരു വരി എഴുതി: അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യൻ ആരുമില്ല. അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോൽ ആരാധ്യൻ ആരുമില്ല. അവനെ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും മോദമായി മോദമായി. അവനെ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും മോദമായി മോദമായി. അവനിക്ക് പൊതുവായി നിർത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പുതന്നു. അവനിക്കു പൊതുവായി നിർത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പുതന്നു. അവനെ വിട്ടൊരു നാളും പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ അവനെ
സുവിശേഷം ഞാൻ പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആയിലും ഉന്നതൻ ക്രിസ്തുവാ. പാടാമയ്യ, ചൂടും സ്വരമൊന്നും നല്ലതല്ലെന്ന് എനിക്ക് നന്നായിട്ടും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്നാലും ആഗ്രഹം കൊണ്ടാണ് വരി പറഞ്ഞതേ ഉള്ളൂ. എന്നൊക്കെ വരികളാണ് ദൈവത്തിന് മഹത്വം. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനാകുന്ന നസ്രയനാകുന്ന യേശു. അത്രയ്ക്ക് സൗന്ദര്യത്തിന്റെ തിടമ്പാകുന്ന കർത്താവിനോടാ ഒരു സഹോദരി സംസാരിച്ചത്. സഹോദരിയും അത്ര മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മോശമാണെങ്കിൽ 5 പേരുടെ കാര്യം അവിടെ എഴുതുമോ? മനസ്സിലാകുന്നുണ്ടോ? അതൊക്കെ അത്ര മനസ്സിലായാൽ മതി. അത്ര മോശമല്ല. പണ്ടൊരു സഹോദരി പറഞ്ഞ് എന്റെ കെട്ടിയോനും അത്രയും മോശമൊന്നും അല്ല. പക്ഷെ രണ്ടുപേരുടെ സംസാരത്തിന്റെ ശൈലി, രീതി, അതാണ് അവിടുത്തെ പ്രാധാന്യം. വെള്ളം ചോദിച്ചു, അവിടെ വെള്ളം കോരാൻ വരിക, കുടവുമുണ്ട്. എന്നാ വെള്ളം തരുമോ തരികയെന്നല്ല, ഉടനെ പറഞ്ഞത് യഹൂദനായ നീ ശബരിയക്കാരിയായ. പിന്നെ അതിൽ സംസാരം തുടങ്ങി, ജീവജലം വരെ വന്നു. നമ്മള് പച്ചവെള്ളത്തെ തുടങ്ങി അവസാനം പറയും ജോണി വാക്കർ കിട്ടുമെങ്കിൽ. ഞാൻ പറഞ്ഞതല്ല പറഞ്ഞത്, ഇന്നത്തെ ആൾക്കാർ അങ്ങനെ. ജോണി വാക്കർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഞാൻ കുടിച്ചിട്ടില്ല, കുടിച്ചിട്ടുള്ളവർ നമ്മൾ രണ്ടും സമമാണ്. പണ്ടൊക്കെ വേറെ പേരാ, പോസ്റ്റേ കയറി. നിങ്ങൾ കേട്ടിട്ട് നിങ്ങളെല്ലാം വിശുദ്ധന്മാരാണ്. പോസ്റ്റേ കയറി. പിന്നെ വേറെ എന്തൊക്കെയാണ് മറന്നുപോയി. ഏതാ അതെന്നാ സാധനമാണ്? മൂല വെട്ടി ആദ്യം കേൾക്കുക. വയനാട് സാധനം ഉണ്ട്. ആട്ടെ, കർണാടക സാധനം. ആട്ടെ, ഞാനിത് ഇവിടെ വന്നതുകൊണ്ട് അതെങ്കിലും പഠിച്ചല്ലോ. ദൈവത്തിന് മാത്രം എന്തുവാ മനമോനെ വല്ലതും അറിയാമോ? ഇല്ല. നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. അതിപ്പോ സ്ത്രീകളോട് ചോദിച്ചാൽ അവരും പറഞ്ഞു തരും. അടിച്ചു കിടങ്ങി നടക്കുന്ന എത്ര പെണ്ണുങ്ങൾ ആണ്ട് പേപ്പറിലും ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടിട്ടില്ലേ? പോലീസിനെ വരെ തല്ലുന്ന പെണ്ണുങ്ങൾ കുടിച്ചേച്ച്. നിങ്ങളതൊന്നും അറിയുന്നില്ലേ? നിങ്ങൾ അറിയാതിരിക്കുന്ന നല്ലത്. ഇന്ന് പച്ചവെള്ളത്തെ തുടങ്ങി ഇപ്പൊ പറഞ്ഞ വെള്ളത്തേലായിരിക്കും നിർത്തുന്നത്. പക്ഷേ യേശുക്രിസ്തു ദാനവെള്ളം ചോദിച്ച ചൊടിവിൽ ജീവജലത്തിൽ കൊണ്ടുവന്നു. ആ ക്രിസ്തുവിന്റെ മഹിമ ഇത് നമുക്ക് നല്ല മാതൃകയാണ്. പച്ചവെള്ളത്തെ തുടങ്ങണം, ജീവജലത്തിൽ കൊണ്ടുവന്ന് നിർത്തണം. അതെ, എന്റെ വിഷയം അതല്ല. സഹോദരിയായിട്ട് സംസാരിച്ചപ്പം സഹോദരി വലിയ പാരമ്പര്യക്കാരിയാണ് കേട്ടോ. ആരാ? ശബരിയ വലിയ പാരമ്പര്യം. അവിടെ പറഞ്ഞത് ഇത് ആഴമുള്ള കിണറാണ്, കണ്ടമാനം. നമ്മൾ ചിലരുടെ സുവിശേഷം പറയുന്നത് നിങ്ങൾ എത്ര നാളായി പെന്തിക്കോസ്? 100 കൊല്ലം. ഞങ്ങൾക്ക് നല്ല ആഴമാണ്. തോമാസ് ലീഗ 52 വന്നപ്പം കുടിച്ചതാണ്, നല്ല ആഴമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു ആഴമൊക്കെ നല്ലതാ, പക്ഷെ പിന്നെ ദാഹിക്കും ഇത് കുടിച്ചാൽ. 52 വന്നതാ. ഞങ്ങളുടെ വല്യപ്പച്ചനെയും തോമാസ് ലീഗ മുക്കിയതാ, നല്ല ആഴമാണ്. ചെല്ലുപടത്തില്ല, ഞങ്ങളുടെ ഈ പള്ളി പണിതിട്ട് ഏതാണ്ട് 1000 ചില്ലുവാനും നല്ല നല്ല ആഴമാണ്. പക്ഷെ ആ വെള്ളം കുടിച്ചവരെല്ലാം പിന്നെ ദാഹിക്കുക. പക്ഷേ യേശു ക്രിസ്തു കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ സ്തോത്രം. തലയുള്ള അവള് പറഞ്ഞു വെള്ളം കോരാൻ നിന്റെ ഈ പാത്രമൊന്നുമില്ലല്ലോ. പാത്രമൊന്നും
ഞങ്ങൾക്ക് ഞാൻ കുടം കൊണ്ടുവന്ന് തന്നെ ഇവിടെ വരുന്നവരെല്ലാം ഒത്തിരി പാത്രം കൊണ്ടുചെല്ലുന്നില്ലേ? അവർ പറയുന്ന പാത്രങ്ങൾ പല ടൈപ്പ് പാത്രം കൊണ്ടുവരാനാണ്. മനസ്സിലാകുന്നില്ല. ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈയിടെ ഞങ്ങൾ ഒരു സ്ഥലത്തൂടെ യോഗത്തിന് പോകുമ്പം അവിടെ എഴുതി വെച്ചിരുന്നു പാളയം കയറും. നേർച്ചയാ പാളയം. അപ്പൊ അത് ഒരു നല്ല നല്ല ഭാഷ. നിന്റെ ഈ പാത്രമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പണ്ട് സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേര് പാടുന്നൊരു പാട്ടുണ്ട്. സഭായത്തിന് അത് ആരാധിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. പക്ഷെ നല്ല വരിക. കയറില്ല പാളയുമില്ല പിന്നെ എങ്ങനെ ഞാൻ വരി മറന്നുപോയി. അങ്ങനെ പാടി ഞാൻ വരി മറന്നുപോയി. നീ എങ്ങനെ വെള്ളം പോരും ജീവന്റെ ജലം അങ്ങനെ കയറില്ല പാളയുമില്ല ജീവന്റെ ജലം പിന്നെ എങ്ങനെ കിട്ടും ജീവന്റെ ജലം പിന്നെ എങ്ങനെ കിട്ടും നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. നാരി എന്നൊക്കെ ഉള്ളത് ക്ലിയർ ആയിട്ട് പറയണം കേട്ടോ. പണ്ടൊരു സ്ഥലത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല. അയ്യോ നീ ഒരു ഭൂതൻ ഞാനിൻ മറിയവനിയായ സ്ത്രീ ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. അപ്പൊ ഈ സഹോദരി ഒത്തിരി ഉപാധികളൊക്കെ പറഞ്ഞു. പാരമ്പര്യം ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ്. അതാ പറഞ്ഞ ആ മലയിലുമല്ല, ആനമലയല്ല, കൊരട്ടിമലയിലുമല്ല, ശബരിമലയിലും അല്ല, പഴിമലയിലുമല്ല. ഈ പറഞ്ഞ മലകളുടെ കാര്യമൊന്നുമല്ല യേശു പറഞ്ഞത്. യേശുക്രിസ്തു അവിടെ കൊരട്ടിമലയുടെ കാര്യവും പറഞ്ഞില്ല, ശബരിമലയിലെ കാര്യവും യേശു പറഞ്ഞില്ല, ആനമലയിലെ കാര്യവും യേശു പറഞ്ഞില്ല, കുരിശുമലയുടെ കാര്യവും യേശു, ഈ പറയപ്പെട്ട ഒരു മലയുടെ കാര്യവുമല്ല യേശു പറഞ്ഞത്. സ്തോത്രം. ഇവിടെ ആ കാര്യമൊക്കെ പറയുക. ഞങ്ങളുടെ പിതാക്കന്മാരല്ല, പാരമ്പര്യം പാരമ്പര്യം. അവിടെ എന്റെ വിഷയമല്ല, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ഞാൻ പറഞ്ഞത് സഹോദരിയായിട്ട് എത്ര മണിക്കൂർ സംസാരിച്ചു. അതാ യേശു. ഓടിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് പൗലോസ് സംസാരിച്ചു. ലുദിയായുടെ ഹൃദയം കർത്താവ് തുറന്നപ്പോ അവള് വീട് തുറന്നു. അവള് ഉപദേശമായിട്ട് പറഞ്ഞു, ഞാൻ വിശ്വസ്തയാണെന്ന് ബോധ്യമുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ പാർത്ത് വേല ചെയ്യാൻ. വീടൊക്കെ തുറക്കണേ, വീട് തുറക്കണം. ദൈവത്തിന്റെ മഹത്വം. അതെ, ഒത്തിരി കാര്യം അവിടെ നിന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ വിടുക. ദൈവത്തിന്റെ മഹത്വം. അവളും കുടുംബവും ദൈവകൃപയെ വന്നു. പിന്നീട് വെളിച്ചപ്പാടത്തേക്കാരി ഭൂതം വിട്ടുപോയി, രക്ഷപ്പെട്ടു. പിന്നെ മക്കതോന്യക്കാരൻ പുരുഷനും രക്ഷിക്കപ്പെട്ടു, കാരാഗൃഹ പ്രമാണം. അതിനോട് ബന്ധപ്പെട്ട് ഭയങ്കര പ്രശ്നമുണ്ടായി. ആ പ്രശ്നങ്ങളുടെ നടുവിൽ അടിയും ഉപദ്രവവും ഒക്കെ ഏറ്റ് പാടിയും പ്രാർത്ഥിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തി കാരാഗൃഹമാണ് എന്ന് രാത്രി രക്ഷിക്കപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് പിന്നെയും യാത്ര ചെയ്ത് ഇവര് തെസ്സലോനിക്കയിലെത്തി. ഇനി 17-ാം അധ്യായത്തിന്റെ 1-2. അവർ അംഫിപൊലിസിലും അപ്പലോനിയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ 3 ശബ്ദത്തിൽ തിരുവെടുത്തുകളെ ആധാരമാക്കി വാദിച്ചു കൊടുത്തത്. യേശു ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും
ഈ യേശു ക്രിസ്തു തന്നെ ക്രിസ്തു എന്നും ആ. തെളിയിച്ചിരിക്കുന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചും വിവരിച്ചും ഒക്കെ പോലെടുത്തത്. അവരിൽ ചിലരും അവരിൽ ചിലര്, യഹൂദന്മാരിൽ കുറച്ചു പേര്, ഭക്തിയുള്ള യവനന്മാരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടം, പിന്നെ മാന്യ സ്ത്രീകളിൽ ഒന്നാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് ചോദിച്ചു, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? അതിങ്ങനെ സാധിച്ചു. ചിലയിടങ്ങളിലൊക്കെ പ്രവേശനം കിട്ടണമെങ്കിൽ നമ്മൾ അടിയോ ഉപദ്രവമൊക്കെ ഏൽക്കണം, നിന്നയേക്കണം, ആക്ഷേപം ഏൽക്കണം, പരിഹാസം ഏൽക്കണം. പൗലോസിന്റെ ഭാഷ പറഞ്ഞ മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തി ഇതൊക്കെ ഏറ്റു വേണം വേല ചെയ്യാൻ. ചിലര് വലിയ ക്രെഡിറ്റ് ആയിട്ട് ചിലര് പറഞ്ഞോളൂ, ഞമ്മള് ഇന്നത് സഹിച്ചു, അത് നാണങ്ങനല്ലേ നമ്മൾ ഈ വേലയ്ക്ക് ഇറങ്ങിയേ. എന്നെ നിന്ദിക്കുന്നവര് അങ്ങനെ ഉണ്ട്. നിന്ന കിട്ടിയില്ലെങ്കിൽ ഓർത്തോണം എന്തോ കുഴപ്പമുണ്ട്. ആക്ഷേപം കിട്ടിയില്ലെങ്കിൽ ഓർത്തോണം എന്തെങ്കിലും കുഴപ്പമുണ്ട്. പരിഹാസം ഏറ്റില്ലേ ഓർത്തോണം എന്തോ ചില കുഴപ്പം. ഈ മാർഗം അതാ, പരിഹാസവും നിന്നയും ആക്ഷേപവും അപമാനവും. തിരുനാമ നിമിത്തം അപമാനം ഏൽക്കിയാൽ അവര് പ്രാഗിക്കൊണ്ട് പോയെന്നാണോ? പിന്നെ സന്തോഷിച്ചു പോയെന്നാണ്. നമ്മള് അവനെ അറിഞ്ഞു കുത്തി പ്രാഗി വെച്ചാ ഇനിയൊന്നും ഗുണമാകുകയല്ലടാ, ഇനിയൊന്നും. അവര് സന്തോഷിച്ചാ പോയത്. മല്ലയോ എന്നാഥൻ ലക്ഷണം താൻ യോദ്ധാവാഗ്രഹിക്കുമോ ഈ ലോകഡംബരം? അറിയത്തില്ലേ പഴയ പാട്ടാ, ദീനാകള് ഓർമുൽകി ദൃഢമല്ലയോ എന്നാഥൻ ലക്ഷണം താൻ യോദ്ധാവാഗ്രഹിക്കുമോ ഈ ലോകഡംബരം? നല്ല പൊരുതിയ ക്രിസ്തൻ നാമത്തിൽ വാടാ കിരീടം പ്രാപിപ്പാൻ താൻ നിത്യ രാജ്യത്തിൽ വാടാ കിരീടം പ്രാപിപ്പാൻ താൻ നിത്യ രാജ്യത്തിൽ. അപ്പോൾ ഈ പോർക്കളത്തിന്, മിക പോർക്കളത്ത് നിൽക്കുന്ന ദൈവമക്കൾ ഇറങ്ങണം. നിന്നെ ആക്ഷേപോ അപമാനം ഒക്കെ നമുക്കുണ്ട്. അങ്ങനെ ആക്ഷേപിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ മറുപടി ഒന്നും പറയരുത്. ഇപ്പൊ എല്ലാം തിരിച്ചു മറുപടിയാ. ഇന്നതിന് മറുപടി, ഇന്നതിന് പ്രതികരണം, ഇന്നതിന്. അങ്ങനെ നമുക്ക് പ്രമാണം ഇല്ല. ഇങ്ങനെ ആക്ഷേപവും നിന്നെ അപമാനവും ഒക്കെ കേൾക്കുമ്പം അറിയുമ്പോ സന്തോഷിച്ച് സ്തോത്രം പറഞ്ഞ് പൊക്കണം. നിങ്ങളെ പറ്റി സകല തിന്മയും കളവായിട്ട് പറയുമ്പോൾ അവന്റെ കൊങ്ങായിക്ക് പിടിക്കണം. അങ്ങനെയാണോ? പിന്നെ എന്താ ഒന്നുകൂടെ ഉറക്കം പറ. സന്തോഷിക്കണം. ആടെ അങ്ങനെ സന്തോഷിക്കുന്നുണ്ട് കൈ പോക്ക് കാണട്ടെ. സങ്കടം പുസ്തകത്തിലെ പ്രമാണം സന്തോഷിക്കണം. സ്വർഗത്തിൽ പറഞ്ഞതുപോലെ സ്തോത്രം. അതിന്റെ പൗലോസ് ഈ തെസ്സലോനിക്കയിൽ അങ്ങനെ വന്നേ 3 ശബത്തിൽ തിരുവെടുത്തുകളെ ആധാരമാക്കി സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ 3 ശബത്തിലെ ശുശ്രൂഷയിൽ യഹൂദന്മാരിൽ കുറച്ചു പേരും ഭക്തിയുള്ള യവനന്മാരിൽ വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും രക്ഷിക്കപ്പെട്ടു. അങ്ങനെ തെസ്സലോനിക്കയിൽ സഭയുണ്ടായി. ഇങ്ങനെ ആ തെസ്സലോനിക്ക സഭ ഉണ്ടായത്. സ്തോത്രം. ഒരു സഭ ഉണ്ടാകുന്നതൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്.
സ്തോത്രം. ഒരു വ്യക്തിയെ നേടുക എന്ന് പറഞ്ഞാൽ വലിയ മുടക്കാൻ എളുപ്പമാണ്. സെക്രട്ടറിയും ട്രഷററും കമ്മിറ്റിയും കൂടെ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഉടനെ എഴുതി മുടക്കി, കത്തുമെല്ലാം മടക്കി 3ആയിട്ട് മടക്കി 5 കവറിലാക്കി. ഒന്ന് ബാസ്റ്റൊക്കെ, ഒന്ന് സെക്ഷനിൽ, ഒന്ന് അങ്ങ് പുനരൂർ. നിങ്ങൾക്ക് പുനരൂരില്ലല്ലോ, കോഴിക്കോടാണ് തോന്നുന്നു. ഒന്ന് കോഴിക്കോട്, ഒന്ന് ബുക്കിനകത്ത്, ഒന്ന് ഞായറാഴ്ച എഴുന്നേറ്റ് വായിച്ചു. തങ്കച്ചനെയും കുടുംബത്തെയും മുടക്കിയിരിക്കുന്നത് എളുപ്പമല്ലേ? തങ്കച്ചനെ നേടിയവനോട് ചോദിക്കണം ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്ന്. ആ വ്യക്തിയെ നേടിയ ഉപദേശിയോട് ചോദിക്കണം ബുദ്ധിമുട്ട് വല്ലോ. എത്ര വട്ടം പോയി, എത്ര വട്ടം കുത്തിയിരുന്ന്, ചിലപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അങ്ങോട്ട് വല്ലതും ഒക്കെ കൊടുത്ത് അവരുടെ കഷ്ടതയിൽ ഇരുന്ന് കൂട്ടായ്മ കാണിച്ച് എന്തു ഞരങ്ങി പ്രാർത്ഥിച്ച ഇവരെ നേടിയത്. പുതുതായിട്ട് വരുന്നവർക്ക് മുടക്കുന്നതിന് ഞാൻ പറഞ്ഞത് പേരെന്തുവാ? അയ്യോ, തങ്കച്ചനാണ്. തങ്കച്ചനെ മുടക്കാൻ പക്ഷെ തങ്കച്ചനെ നേടിയവരോട് ചോദിക്കണം, ഇല്ലേ? ആരെയും മുടക്കരുത് കേട്ടോ, മുടക്കരുത് ആരെ. അഥവാ തെറ്റോ അപാകതകളോ വന്നാൽ സൗമ്യമായി ശാന്തമായി പറഞ്ഞ് അവന്മാരുടെ പുറകിരിക്കട്ടെ. അവനെ പ്രാർത്ഥിക്കാനൊന്നും കൊടുക്കണ്ട, പുറകിരിക്കട്ടെ. എന്നെങ്കിലും അവൻ യഥാസ്ഥാനപ്പെടും, അവൻ മടങ്ങി വരുമെന്ന്. ഇതിപ്പോ എല്ലാം മുടക്കുകാരാണ്. മുടക്കി ചില സഭയിൽ ഇപ്പൊ ആള്, എനിക്കറിയാം ഒരു സമയം ഒരു ഉപദേശിയും ഭാര്യയും കൂടെ അവിടെ ചെന്നു. 10-60 പേരുണ്ടായിരുന്നു. പുള്ളി എല്ലാ ആഴ്ചയിലും ഓരോരുത്തരെ അങ്ങ് മുടക്കുക. പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തവരെ എല്ലാം മുടക്കി. ഇപ്പം ശ്വാസം പെടാത്തൊരു തന്തേ, സ്തോത്രം പറയാത്തൊരു തള്ളേ, ഇയാളും മേമ്പളെ. എന്നിട്ട് അയാൾ സ്ഥലമാറ്റത്തിന് പറഞ്ഞു, എനിക്ക് ഇനി വലിയ സഭ തരണമെന്ന്. പിന്നെല്ലാം എനിക്ക് വലിയ സഭ തരാൻ. വലിയ സഭ കൊടുത്തതല്ലേ? എടാ, നീ ഒന്നിനും നേടിയില്ലെങ്കിലും മുടക്കരുത്. നേടാനൊത്തില്ല, പക്ഷെ അവനെ നശിപ്പിക്കും. 6:6 വായിച്ച്. 6:6 ഗലാത്യർ 6:1 മുതൽ വായിച്ചു. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകനായ നിങ്ങൾ അങ്ങനെ തെറ്റിയവനെ മുടക്കണമെന്നല്ല ഇവിടെ എഴുതിയേക്കുന്നത്. ഒന്നുകൂടെ വായിച്ചേ. വീണല്ലേ? വായിക്കും വീണ. അതിനെ വീണാന്ന് വിളിച്ച ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ എന്നാ വിളിക്കണം? സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോകരുത്. അഥവാ പോയാൽ, യോശുവയുടെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ 50 പോയാൽ, അപ്പം അവൻ അകപ്പെട്ടു പോയാൽ അവനെ യഥാസ്ഥാനപ്പെടുത്താൻ ചെല്ലേണ്ടവനാരാ? ഒരു തെറ്റിൽ അകപ്പെട്ടവനെ ഗുണപ്പെടുത്താൻ ചെല്ലുന്നത് 9 തെറ്റിൽ അകപ്പെട്ടവനാ. അവനോട് ഗുണദോഷം പറയാൻ ചെല്ലുമ്പോൾ അവൻ ചോദിക്കും, മറ്റേ കാര്യം അങ്ങനായി. പേര് സ്ഥലം ഒന്നും പറയുന്നില്ല. എന്തിനാ? അവര് ചിലപ്പോൾ ഓൺലൈനിൽ കാണുമല്ലോ ഒരു അഭിപ്രായ വ്യത്യാസം. അപ്പം ഒരു വീട്ടിൽ ഞങ്ങൾ ഇരിക്കുക, വേറെ ഒരു സഹോദരനുണ്ട്. അപ്പൊ അവിടെ ഒരു പാസ്റ്ററുണ്ട്. പുള്ളി അതിവിശുദ്ധിക്കാരനാണ്. അപ്പം ഞങ്ങളെ പുള്ളിക്ക് അത്ര തൃപ്തി വന്നില്ല. സംസാരത്തിലും ഇടപാടിലും മനസ്സിലായി. അപ്പൊ അവിടെ ഒരു മരണം നടന്ന വീടാണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് ചേർന്നത്. അപ്പം പുള്ളി ആരാണ് പുള്ളിക്കും വീട് അങ്ങോട്ട് പിടി കിട്ടിയില്ല. പുള്ളി സൗദിയിലായിരുന്നു. അപ്പൊ അതിൻ്റെതായ അപ്പം വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ മുഴുവൻ ഇവിടെ ആരും ആത്മീയതയില്ല. സൗദി എന്ന് പറഞ്ഞു. ഞാനെ മിണ്ടാളം ഇരിക്കുക. അങ്ങനെ പറഞ്ഞു. അപ്പം വേറൊരു വിഷയം പറഞ്ഞപ്പം ഒരു ആടെ കാര്യം അവര്, ഞാനും മിണ്ടാതിരിക്കുക, അവര് ചർച്ച ചെയ്യുന്നില്ല വേറൊരാളുമായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരോടൊന്നും ഞാൻ
സഹകരിക്കത്തില്ല. ഞാൻ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. അപ്പം പുള്ളിയെ വീട്ടുകാരെ എല്ലാവരെയും അറിയാവുന്ന ഒരു സഹോദരൻ, പുള്ളിക്കത് അറിയാമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പുള്ളി ചോദിച്ചു, മോൻ ഇപ്പോഴും വീട്ടിലാണോ അതോ വൈഫിൻ്റെ വീട്ടിലാണോ എന്ന് ചോദിച്ചു. കാരണം അവന് പെണ്ണുമായിട്ട് കശപിശയല്ലെന്ന് നാടൻ ഭാഷ പറഞ്ഞ് അടിച്ചു മാറ്റിയതാണ്. ഇപ്പൊ വീട്ടിലാണ്. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി. ഉടനെ പുള്ളി അടുത്ത പ്ലേറ്റ് പറഞ്ഞു, അത് എണ്ണയും വെള്ളവും തമ്മിൽ ഒരിക്കലും എന്ന് പറഞ്ഞാൽ മോനെ വിട്ടു. അവനുമായിട്ട് കുറച്ചു നാൾ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കണ്ടു. അപ്പൊ അതിനിടയ്ക്ക് മോൻ സ്വന്തം വീട്ടിൽ വന്ന അപ്പനും മോനും ഒരു വണ്ടിയിൽ ഇപ്പൊ യാത്ര ചെയ്യുന്ന ഭയങ്കര. അവൻ മറ്റേ സഹോദരൻ ചോദിച്ചു, അച്ഛാ ഇപ്പോഴും എണ്ണയും വെള്ളവും തമ്മിൽ അപ്പൊ പുള്ളിയുടെ വിഷയം വന്നപ്പോ പുള്ളിക്ക് പ്രമാണമില്ല. വേറൊരു തന്നെ വിഷയം വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകാടിയാണോ അതോ പൊട്ടമാടത്തെ ഇരിക്കുമ്പോൾ തന്നെ ഇരുന്ന് കാണിക്കുകയാണോ? അല്ല, അങ്ങനെ ഒത്തിരി പ്രമാണക്കാരുണ്ട്. അവരുടെ മോനോ മോക്കോ 4 വേണേലും കെട്ടാം. മറ്റൊരുത്തൻ അത് കെട്ടിയത് അനുകൂലമല്ല, യോജിച്ചു പറഞ്ഞതല്ല. മറ്റൊരുത്തൻ എന്തേലും ഒരു ചെറിയ വിഷയം വന്നാൽ അന്നേരം അടിയന്തര കമ്മിറ്റി നടപടി. നിങ്ങളെല്ലാം ശ്വാസം വിടും. എന്തിനെങ്കിലും ഇരിക്കുന്നു, ഫ്രീ ആയിട്ടിരിക്കും. അത് തണുപ്പ് നോക്കുക, അല്ല വിലക്കവും വേണമെങ്കിൽ. ഞാൻ ചില ന്യായമായ കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ. ആരും മുടക്കരുത് കേട്ടോ. അവനോട് സൗമ്യതയുടെ ആത്മാവ് ചെന്ന് പറയണം, കുഞ്ഞെ ഇത് തെറ്റാ, ഇത് പാടില്ല, ആവർത്തിക്കരുത്, വചനപ്രകാരം തെറ്റാ, നീ നരകത്തിൽ പോകും. എന്നിട്ടും അവൻ അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ അവിടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അവനോട് ഇടപെടും. ദൈവം ഇടപെടും. ഒന്നെങ്കിൽ ദൈവം സന്ദർശിക്കും, ഇല്ലെങ്കിൽ അവൻ അനുദമിച്ച് മടങ്ങി വരും. ഇല്ലേ ദൈവത്തിന്റെ കരം അനുസരിക്കുന്നില്ലെങ്കിൽ, മനം തിരിയുന്നില്ലെങ്കിലും ആളിന് മൂർച്ച കൂട്ടും. മുടക്കണ്ട. അവനവിടെ വന്ന് അന്യനും പരദേശിയെ പോലെ ഇരിക്കട്ടെ. ചിലപ്പം ഒരു വ്യത്യാസം വരുന്നെന്ന്. ഗുണപ്പെടാത്തൊരു അപ്പനുണ്ട്, വീട്ടുകാരെല്ലാം ഗുണപ്പെട്ടതാ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടക്കണം. അതൊക്കെ ന്യായമായ കാര്യമാണ്. പുള്ളി വിസ്നാനപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അത് പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ചെയ്യണം. ആ വീട്ടുകാരെ ഓർക്കണ്ടേ? ചിലപ്പോ ആ വീട്ടിൽ നിന്ന് ഒരു വ്യക്തി വരുന്നുണ്ടായിരിക്കും, നമ്മൾ ചെയ്തു കൊടുക്കണം. ദൈവത്തിന് മഹത്വം. ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞതുള്ളൂ, ഇതൊന്നും എല്ലാവർക്കും ഒന്നും അത്ര ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളല്ല. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇങ്ങനെ തെസ്സലോനിക്കയിൽ അനുഗ്രഹിക്കപ്പെട്ട സഭ, ഈ തെസ്സലോനിക്ക സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ഈ സഭയുടെ ഒരു വിശേഷത, ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. തെസ്സലോനിക്കരുടെ ആ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ്. ഒന്നൊന്ന് വായിച്ചേ. 1:7 വായിച്ചു. 8-ാം വാക്യമായിരുന്നു. 7-ാം വാക്യമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുടങ്ങി. അടുത്തത് എല്ലായിടത്തും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം. എന്റെ പ്രിയരെ, തെസ്സലോനിക്ക സഭയുടെ വിശേഷത, ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്.
നമ്മുടെ വിശ്വാസം വലുതായിരിക്കണം. വിശ്വാസം വിശ്വപ്രസിദ്ധമായിരിക്കണം. Praise the Lord. ഞാൻ ഓടിച്ച ഭാഗമെന്ന് വിടാം. ഒന്ന്, വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവര് മാതൃകാ വിശ്വാസികൾ. അതാ 8-ാം വാക്യമായില്ലേ. അപ്പൊ ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. പഴയ ബന്ധുക്കോസുകാരുടെ വിശ്വാസമല്ല വിശ്വപ്രസിദ്ധമാകാൻ കാര്യം, അവര് സിംഹഭാഗം ആൾക്കാർ മരുന്ന് ഉപയോഗിക്കത്തില്ല, പ്രാർത്ഥിച്ച് രോഗശാന്തിയാണ്. പേപ്പട്ടി കടിച്ചിട്ട് മരുന്നെടുക്കാത്തവരുണ്ട്. കടിച്ച പട്ടി ചത്തു. ആ വ്യക്തി എത്രയോ നാള് ജീവിച്ചിരുന്നു. മൂർഖം പാമ്പ് കൊത്തിയ പാമ്പ് ചത്തു. കൊത്തുകൊണ്ട ചെല്ലമ്മ കൊച്ചമ്മ എത്രയോ കൊല്ലം ജീവിച്ചിരുന്നു. ജോൺ ബി ചെല്ലമ്മ ഭാഷയുടെ ഭാര്യ. എന്റെ അറിവിൽപ്പെട്ടത് വേറെയും കാണും ഇഷ്ടം പോലെ. മഞ്ഞപ്പിത്തം വന്ന് അങ്ങേയറ്റം പറ്റി ചത്തുപോകുമെന്ന് പറഞ്ഞു. പക്ഷെ പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടി. ക്യാൻസർ വന്ന് അങ്ങേയറ്റം പറ്റി, ചെറിയ അനക്കമുള്ളൂ, പക്ഷെ പ്രാർത്ഥിച്ച് ദൈവം രോഗസൗഖ്യം കൊടുത്തു. സ്തോത്രം. എന്നോട് പെന്തിക്കോസിൽ വരാൻ ഇപ്പൊ അത് പറഞ്ഞൊക്കെ കുറ്റമാ, ഗവൺമെന്റും ഒക്കെ എതിരാ, നിയമവും തെറ്റാ. പറഞ്ഞാൽ എത്ര പ്രസക്തമാണോ എന്നറിയത്തില്ല. ബഹുമാന്യ സഹോദരിമാരോടാ പറയുന്നത്. എന്നോട് അമ്മ പറഞ്ഞു, എൻ്റെ മാസ്റ്ററെ ഞാൻ 13 പ്രസവിച്ചു, ആശുപത്രി എങ്ങനെയാന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല. അമ്മ എന്നോട് പറഞ്ഞതാ. ഈ അടുത്ത കാലത്ത് ഞങ്ങള് റാന്നി ചെന്നു. അവിടെ പഴയ ഷാരോനിലുണ്ടായിരുന്നൊരു പാപ്പച്ചാനുണ്ട്, പെയിന്റ് പാപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മകനാ പ്രൈസ്. ഷാർജ വർഷിപ്പ് സെന്ററിലെ ഒരു സംഗീത ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ഒരു മകളുണ്ട് സുവിശേഷ സുജയും, ഹസ്ബൻഡ് സാബു പാസ്റ്റർ. അവരൊക്കെ ആയിട്ട് വളരെ അടുപ്പമാണ്. അപ്പൊ ഈ കൊച്ചമ്മ നല്ലൊരു അമ്മയാണ്. 92 ഇപ്പം. ഈയിടെ ഞാൻ പോയി കണ്ടു, വീണ്. അപ്പം എന്നോട് പറഞ്ഞു വീണെന്ന് പറഞ്ഞു. ബാത്റൂമിൻ്റെ കൂടിനകത്ത് ഞാൻ പോയി കണ്ടപ്പം പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു തീർന്നെന്ന് പറഞ്ഞു. നീ എഴുന്നേക്കത്തില്ല, 92 ഓപ്പറേഷൻ ചെയ്യാൻ. അത് ചെയ്താലും അത്ര ഇവിടെ വരാനെല്ലാം പോയി. അപ്പം എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞാലുള്ള കട്ടിലും സാമഗ്രികളൊക്കെ കൊണ്ടുവന്ന് ആശുപത്രിയിൽ നിന്ന് അത് മേടിച്ച് അതിനകത്താണ് കൊണ്ടുവന്ന്. ഈ കൊച്ചമ്മേനോട് പറഞ്ഞു, ഞാൻ 2 കാര്യം ദൈവത്തോട് പറഞ്ഞു. ഒന്ന്, എനിക്ക് തന്നെ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയി പരസകായം കൂടത്. 2, ഈ അയലത്തുകാർക്കെല്ലാം ഞാൻ ഈ തിണ്ണയിലിരിക്കുന്ന വലിയ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് മുറിയിൽ നിന്ന് നടന്ന് തിണ്ണേ ചെന്നൊന്ന് ഇത് 2 കാര്യം ഞാൻ ചോദിച്ചു. ദൈവം എന്നെ സൗഖ്യമാക്കി. ആ മേടിച്ച കട്ടിലിപ്പോൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നടന്ന് വാക്കറിലാന്നിൽ നടന്ന് തിണ്ണേ വന്നിരിക്കും. തന്നെ ദിനചര്യങ്ങളും ചെയ്യും. നല്ലൊരു അമ്മയാണ് കള്ളിക്കാട്ടിലെ കൊച്ചമ്മ. അപ്പം ഞങ്ങൾ വർത്തമാനം പറഞ്ഞപ്പോൾ കൊച്ചമ്മ അടുത്ത 2 ആഴ്ച മുമ്പ് പറഞ്ഞതാണ്. ഞങ്ങൾ വർത്തമാനം പറഞ്ഞു, ഞാൻ 8 പ്രസവിച്ചു, ആശുപത്രി എങ്ങനെയാന്ന് പോലും ഞാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലാം വിശ്വാസത്താല. അങ്ങനെയൊക്കെയാ പഴയ അമ്മമാര്. ഇപ്പം പ്രസവിക്കണ്ട, എന്നാലും ആശുപത്രിയിൽ നിന്ന് എപ്പോ നോക്കിയാലും മെഡിക്കൽ കോളേജിന്റെ സൈഡിൽ കാണും. നമ്മളെങ്ങനെയാണ് ആശുപത്രി പോകും? എന്നെ ചുമ്മാ അത് പോകുന്നതേ ഉള്ളു. വെറുതെ ഇരിക്കുമ്പോൾ അങ്ങ് തോന്നുക. ഇനി കാശ് കണ്ടമാനം കൂടുന്നവർക്ക് തന്നെ അവർ ചുമ്മാ ഇരിക്കുമ്പോൾ ചെക്കപ്പിന് പോവാം. കാശില്ലാത്ത അമ്മ എവിടെ പോകാനും ചെക്കപ്പ്, അമ്മ തന്നെ ചെക്കപ്പ് ചെയ്തിട്ടുണ്ടൊക്കെ. കാശുള്ളവർക്ക് ചുമ്മാ പോകുമ്പോൾ ഒരു 40 കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണും. ഇല്ലേ? കൊള്ളാം. അവിടെ അവര് നോക്കിയിരിക്കുക, 2 മരണം പറഞ്ഞു. ദൈവത്തിന്റെ മഹത്വം. ഞാൻ വന്നപ്പോൾ നോക്കുന്നത് ഒരു സങ്കടം പോലെ എന്തൊരു മനപ്രയാസമുണ്ട്. കാണുമായിരിക്കും, സന്തോഷം. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. പണ്ട് കാലത്തൊക്കെ മരുന്നെടുക്കാത്തവരുണ്ടെങ്കിൽ സഭക്കാരെല്ലാം അവിടെ കാണും. മാറി മാറി ഇങ്ങനെ പ്രാർത്ഥനയാ. മരുന്നെടുക്കുന്നില്ലല്ലോ. മരുന്നെടുക്കാത്തത് കൊണ്ട് മരുന്നെടുക്കുന്നവർക്ക് രാവിലെ കഴിക്കാറുണ്ട്, ഉച്ചയ്ക്കുണ്ട്, വൈകിട്ടുണ്ട്. ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ശേഷവും, പിന്നെ കിടക്കുന്നതിന് മുമ്പ് വേറെ. അപ്പൊ അതിനങ്ങനെ വലിയ പ്രാർത്ഥന വേണമെന്നൊന്നും
ഇല്ല. അത് നേരെ നോക്കും എന്ന് പറഞ്ഞ പോലെ മരുന്നെടുക്കാത്തവർക്കും രാവിലെയും ചെന്ന് പ്രാർത്ഥിക്കണം, വൈകിട്ട് ചെന്ന് പ്രാർത്ഥിക്കണം, ഉച്ചയ്ക്കും ഒക്കെ ചെന്ന് പ്രാർത്ഥിച്ചോണം. മരുന്നെടുക്കാത്തൊരു വിശ്വാസി സഭയിലുണ്ടെങ്കിൽ സഭയിലുള്ള സകല ആൾക്കാരും ചെല്ലണം. അവിടെ പ്രാർത്ഥനയുടെ അന്തരീക്ഷമായിരിക്കണം. ഇത് ഞായറാഴ്ച അവർ സാക്ഷി പറയുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയെല്ലാം രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുക. എന്തിനായിട്ടെല്ലാം കൊണ്ട് നടക്കുന്നത് ഇങ്ങനെയൊക്കെ കാണില്ല. അപ്പൊ പുറകെ ഇരുന്ന് സാക്ഷി പറഞ്ഞ ചില സഹോദരൻ ആരാണ് നോക്കുക, ഇതെല്ലാം ഗുണമാണ്. എന്നാലാണ് നമ്മൾ അറിയുന്നത് ഇന്നതുപോലെ രോഗമായിരുന്നെന്നും പ്രാർത്ഥിച്ച് സൗഖ്യം ഉടനെ അടുത്തിരിക്കുന്നവന്. ഇതാണോ സഭ? ഇതാണോ കൂട്ടായ്മ? അല്ല. സഭയിൽപ്പെട്ട ഒരു വ്യക്തി ശാരീരിക ക്ഷീണത്തോടെ രോഗിയായിട്ടിരിക്കുന്നത് വിശേഷിച്ചും മരുന്നെടുക്കുന്നില്ലെങ്കിൽ സകല വിശ്വാസികളും ചെന്ന് പ്രാർത്ഥിക്കണം. അവിടെ ചെന്നിട്ട് ആശുപത്രിയുടെ പേരും മരുന്നിന്റെ പേരും പറയരുത്. അവൻ രോഗശാന്തിയുടെ വചനം പറയണം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവന്റെ അടിപ്പിണരാൻ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ യഹോവ നിന്റെ അകൃത്യമൊക്കെ മോചിക്കും, നിന്റെ സകല രോഗത്തെ സൗഖ്യമാക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ സത്യയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ദൈവത്തിന്റെ പൈതലെ അന്യോന്യം ദൈവത്തിന്റെ വചനം പറഞ്ഞ് രോഗശാന്തിയുടെ വചനം പറഞ്ഞ് വചനത്തിന്റെ ശക്തിയാൽ അന്യോന്യം ധൈര്യപ്പെടുത്തണം. നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമുണ്ട്. ഇന്ന പകൽ രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇവിടെ വന്നെങ്കിൽ യേശുവിന്റെ വചനത്താൽ, സൗഖ്യത്തിന്റെ വചനത്താൽ, രോഗശാന്തിയുടെ വചനത്താൽ വിടുതലിന്റെ വ്യാപാര ശക്തി ശിരസ് മുതൽ പ്രാണം വരെ ദൈവശക്തി വെളിപ്പെടട്ടെ. രോഗബന്ധന നിന്ന പകൽ അടിക്കട്ടെ. നിന്റെ രക്തത്തിനകത്ത്, അസ്ഥിക്കകത്ത്, മജ്ജയ്ക്കകത്ത് കുടിയിരിക്കുന്ന രോഗാണുക്കൾ ഇന്ന് പകൽ ഉരുകി പോകട്ടെ. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കൊടുക്കും. രോഗശാന്തിയും ആരോഗ്യവും നമ്മുടെ അവകാശമാണ്. എനിക്ക് നന്മ ചെയ്തിരിക്കുന്നുണ്ട്, ഞാൻ അവനെ പാട്ട് പാടും. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗത്തെ സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. നന്മയും കരുണയും നിന്നെ അവൻ അണിയിക്കുന്നു. നിന്റെ യൗവനം കടികനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ പീഡിതന്മാർക്ക് വേണ്ടി ന്യായം നടത്തുന്നു. യഹോവ അനാഥനെയും അഗതികളെയും പരിപാലിക്കുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വപ്പെടുന്നു. രോഗശാന്തി വെളിപ്പെടട്ടെ, രോഗബന്ധനം അടിക്കട്ടെ. ക്യാൻസറിന്റെ ശക്തികൾ, ബ്രെയിൻ ട്യൂമറിന്റെ ശക്തികൾ, ഉദര സംബന്ധമായ പ്രോബ്ലങ്ങൾ, ഹാർട്ടിന്റെ പ്രോബ്ലം, ഷുഗറിന്റെ പ്രോബ്ലം, എല്ലാ രോഗബന്ധനങ്ങൾ ഇതിനൊക്കെ അഴിയട്ടെ. വന്നതുപോലെ തിരിച്ചു പോകരുത്, വന്നതുപോലെ തിരിച്ചു പോകരുത്. അവൻ ഇന്ന് മുതൽ നസ്രായ നടകൊള്ളുന്നുണ്ട്. ആരത്തെ ഒട്ടച്ച കട്ടുവനാൽ ചുട്ടുമടിച്ച് വെള്ളോടുന്ന സദൃശമുള്ള പ്രേതമുള്ളവനാൽ 7 നക്ഷത്രം വലകിൽ പിടിച്ച് വിടുതൽ 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 വിടുതൽ. അസ്ഥി വിലക്ഷയിക്കുന്ന ശക്തികൾ മാറട്ടെ, തേയ്മാനങ്ങൾ മാറട്ടെ. എല്ലാ ബന്ധനങ്ങൾ ഇന്ന് മുതൽ അഴിയട്ടെ. വചനത്തിന്റെ ശക്തിയാ യേശുവിന്റെ നാമത്തിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അച്ചായനോട് 1 മണിക്ക് നിർത്താൻ പറഞ്ഞ 1 മണിയായി. ദൈവം അനുവദിച്ചാൽ വൈകിട്ട് നമുക്ക് ബാക്കി ചിന്തിക്കാം. നാളെ മറ്റന്നാളും ഒക്കെ ദൈവം അവസരത്തിൽ കാണാൻ ചിന്തിക്കാം. നിങ്ങൾ പോയിട്ട് പല ഇവിടെയൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ ഒത്തിരി തിരക്കുണ്ടെന്ന് എനിക്കറിയാം. അവൻ പോയി നേരത്തെ വാ, നമുക്ക് വചനം വൈകിട്ട് ധ്യാനിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.